ഹലോ, ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫൈസൽ CA വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഞാനൊരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, അതിൻ്റെ ഭാഗമായിട്ട് നോളജുകൾ പരസ്പരം കൈമാറുക, അതേപോലെ തന്നെ കൂടുതൽ കണക്ഷൻസ് നമുക്ക് രൂപപ്പെടുത്തുക, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നടത്തി വരുന്ന ഫ്രീ വെബിനാറുകൾ, അത് നമ്മളുടെ വിംബിൾ അക്കാദമിയുടെ ഏറ്റവും ഒരു സവിശേഷമായിട്ടുള്ള ഒരു സീരീസാണ്. അത്തരത്തിലുള്ള ദിനേന എന്നോണം നമ്മൾ നടത്തുന്ന വെബിനാറുകളുടെ ഒരു തുടർച്ച നമ്മൾ ഇന്നും സംഘടിപ്പിക്കുകയാണ്. കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാനും ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ തന്നെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ മറ്റു മനുഷ്യന്മാരോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറാനും ഇടപെടാനും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് ഓരോ ദിവസവും പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ട് നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ ഇടപെടലുകളെയും നമ്മളുടെ സമീപനങ്ങളുടെയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും നമുക്ക് മനോഹരമായ രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് ആകർഷിച്ചു വരിക. കൗൺസിലിംഗ് അതല്ലെങ്കിൽ മറ്റു റെമഡിയേഷൻ തെറാപ്പികളൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾ നമ്മളെ തിരഞ്ഞെടുക്കണം, എന്തുകൊണ്ട് മറ്റുള്ളവർ നമ്മളിലേക്ക് വരണം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എങ്ങനെ അവർക്ക് നമ്മളിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നു, അവർ നമ്മളിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും പഠിക്കുന്നതിലൂടെ, കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ നമ്മളെ തന്നെ ശരിപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ ശരിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ തന്നെ ശരിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്കുള്ള വഴികൾ ഈസി ആകുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടി എളുപ്പമാകുന്നു, അല്ലേ? നമ്മളിലെ തന്നെ ചില കൂട്ടുകാർ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയും, അല്ലേ? അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, അവനോട് അത് പറയണ്ടെന്നും പറയാറുണ്ട്, അല്ലേ? പറയും എന്താണ്, അവനോട് അത് പറയണ്ട, അവൻ അതെങ്ങനെയാ എടുക്കാന്ന് അറിയില്ല എന്ന് പറയും. അപ്പൊ ഇതേപോലെ നമ്മളിലേക്കുള്ള ഒരു ആക്സസബിലിറ്റി, നമ്മളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു മനോഹാരിത നമ്മളിൽ രൂപപ്പെടണം. അതേപോലെ തന്നെ നമ്മൾക്ക് ജഡ്ജ് ചെയ്യാതെ തന്നെ അത് കേട്ടിരിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ശരിപ്പെടുത്താൻ, നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആകാൻ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വെബിനാറുകൾ നമുക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മളുടെ വെബിനാറുകളുടെ റെക്കോർഡുകളെല്ലാം നമ്മുടെ വിംബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണാനുള്ള ഒരു അവസരമാണ്. ഇന്നത്തെ നമ്മളുടെ വെബിനാറിന്റെ ടോപ്പിക് റീക്ലൈമിംഗ് യുവർ ലൈഫ് ഫ്രം എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംവദിക്കാൻ ഇവിടെ സെറ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളോട് സംവദിക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. അദ്ദേഹം കാലിക്കറ്റ് സ്വദേശിയാണ്. അബുദാബിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകൾ, പ്രധാനപ്പെട്ട തെറാപ്പികളായിട്ടുള്ള CBT, DBT തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് നിസാബ് സാറാണ്. നിസാബ് സാറിൻ്റെ 5 days വർക്ക്ഷോപ്പ് CBTയുടെ 21ാമത്തെ ബാച്ച്, ഏകദേശം 1000-ലധികം പ്രൊഫഷണൽസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് 600 രൂപക്ക് CBT, 5 ദിവസത്തെ CBT ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ 21ാമത്തെ ബാച്ച് നമ്മൾ അടുത്ത ദിവസം തുടങ്ങാൻ പോകുന്നു. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ CBT,
3 മാസത്തെ CBT കോഴ്സ്. 5 ദിവസത്തിൽ നമ്മൾ ഏകദേശം 4 കാര്യങ്ങൾക്കാണ് നമ്മൾ CBT പഠിപ്പിക്കുന്നത് എങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്തിലേക്ക് ഏകദേശം മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെയും കവറപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്നുള്ള പോലെ തന്നെ ഇഗ്നറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 മാസത്തെ കോഴ്സ് നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് 20-ാം തീയതി ഓഗസ്റ്റ് 20-ാം തീയതി മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ മാക്സിമം മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ആക്ടിവിറ്റികൾ ഉണ്ടാകും, വിത്ത് എക്സാമിനേഷൻ ആയിരിക്കും അതിൻ്റെ ഒരു കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിന്റെ 6 മാസത്തെ ഡിപ്ലോമ ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്നു. എല്ലാം ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മളൊരു ലേണിംഗ് ഡിസബിലിറ്റി പ്രാക്ടിക്കൽ അസസ്മെന്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ. അപ്പോൾ അതിൽ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് റിയലി വന്ന് കുട്ടികൾക്ക് അസസ്മെന്റ് എടുക്കാനും അതിനെങ്ങനെയാണ് അസസ്മെന്റ് എടുക്കുന്നത്, അതിനെങ്ങനെയാണ് റെമഡിയേഷൻ കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് തന്നെ അവർക്കത് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ LDയുടെ കോഴ്സും നമ്മൾ ഡിപ്ലോമ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ ഇവിടെ അറിയിക്കുകയാണ്. നമ്മൾ അക്കാദമിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലോങ് ടേം കോഴ്സ് നമ്മൾ ഡിപ്ലോമ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ നമ്മൾ ആരംഭിക്കുന്നത്. നേരത്തെ അഡ്വാൻസ്ഡ് CBT നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടിയും കൂടുതൽ ആളുകൾക്ക് അത്തരത്തിലുള്ള കോഴ്സുകൾ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് അഡ്മിഷനുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും വളരെയധികം സന്തോഷം. ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും ഒരിക്കൽ കൂടി നിങ്ങളെ ഇനി സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഏകദേശം ആളുകളും നമ്മുടെ എല്ലാ വെബിനാറുകൾക്കും പങ്കെടുക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിസാവ് സാർ, പ്ലീസ്. Thank you, sir. Hello, good evening. Good evening, sir. Good evening, sir. Good evening. എന്താണ് വിശേഷങ്ങളൊക്കെ? നമ്മളിങ്ങനെ പുതിയ പുതിയ വിശേഷങ്ങൾ എല്ലാ ആഴ്ചയിലും ചോദിക്കുന്നുണ്ടല്ലേ? വിശേഷങ്ങളൊക്കെ ഉണ്ടോ ജീവിതത്തിൽ? നല്ല വിശേഷം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു തുടങ്ങല്ലേ? ഇന്നത്തെ ഒരു ഒരു സബ്ജക്റ്റിൻ്റെമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാവരും എന്നോട് ഒരുപാട് ആളുകൾ സംശയമായിട്ടും അല്ലാതൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സ്ലൈഡ് കാണുന്നുണ്ടോ? ഷെയർ ആയിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ റീക്ലൈമിങ് യുവർ ഫ്രം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഒരു സെഷനിൽ തന്നെ നമ്മളൊരു വെൽക്കം ചെയ്യണം. വെൽക്കം സേഫ് സ്പേസ് ക്രിയേഷൻ എന്നാണ് സാധാരണ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത്. കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ അല്ലാതെ നിങ്ങൾ കേൾക്കുകയും ജഡ്ജ്മെൻ്റലായിട്ട് കേൾക്കണം. സാധാരണ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. അതേപോലെ ഇയാൾ പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ പറഞ്ഞ ട്രോമാറ്റിക് ഇൻസിഡൻസിൽ ഇങ്ങനെയല്ലല്ലോ കേട്ടിട്ടുള്ളത്, ആ രീതിയിലാവരുത്. ചില ഏരിയകൾ എന്താണ് നോൺ ജഡ്ജ്മെൻ്റൽ ആവാം, ചില ഏരിയയിൽ ജഡ്ജ്മെൻ്റൽ ആയിട്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സെഷനിൽ കൂടെ മുന്നോട്ട് പോവാം. മാക്സിമം എല്ലാവരും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു റീക്ലൈമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരാൾക്കൊരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് അയാൾക്കുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിങ്ങിനെയാണ് റീക്ലൈമിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു റീക്ലൈമിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിട്ടേൺ ടു ലൈഫിലേക്ക് നമുക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയധികം, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള തെറാപ്പിസ്റ്റുകൾക്ക് കൗൺസിലേഴ്സിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ട്രോമ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളുടെ ജീവിതത്തിൽ നിയന്ത്രണത്തിന് അതീതമായി അയാൾക്ക് ഒരിക്കലും അയാളെ കൺട്രോളിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അയാൾക്ക് നേരിടാൻ ഒരുപാട് പ്രയാസങ്ങൾ, ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സ്ട്രെസ്, ഈ ഒരു പ്രശ്നങ്ങൾ മൂലം അയാൾക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് ഫിയർ, ഫോബിയ, ആങ്സൈറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് അയാൾക്ക് അനുഭവിക്കുമ്പോൾ എന്താണ് അയാളുടെ ലൈഫിൽ എന്നും ആ ഒരു ട്രോമ എന്നും അയാളുടെ ലൈഫിൽ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ട്രോമ കൊണ്ട് നമുക്ക് എന്താണ് റീക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായി ഗോൾസിലേക്ക് പോകുമ്പോൾ എന്താണ് മാറ്റം, അവരിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? പ്രധാനമായിട്ടും ട്രോമ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല. ആ ക്ലയന്റിനെ എന്താണ് ഒരിക്കലും ഈ ഒരു ട്രോമ അയാളെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിന് ശേഷം ട്രോമ അയാളെ ബാധിക്കാൻ പാടില്ല. അതേപോലെ ഈ ഒരു ട്രോമ അയാൾക്ക് എങ്ങനെയാണ് നേരിട്ട് അയാൾ എവിടെയാണോ ഈ ഒരു ട്രോമ അനുഭവിച്ചിട്ടുള്ളത്, അയാൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രയാസത്തെ അഭിമുഖീകരിച്ച് അതിൽ നിന്ന് സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് പുതിയമായിട്ടുള്ള മാറ്റങ്ങളിൽ കൊണ്ടുവരിക. പിന്നെ അതേപോലെ എന്താണ് ജീവിതം തിരികെ പിടിക്കുക എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ അത്യാവശ്യമാണ്. എപ്പോഴും അവരുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? ഒന്ന് നിയന്ത്രണമാണ്, സ്വന്തമായിട്ടൊരു കൺട്രോൾ. എൻ്റെ ജീവിതം ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം, എന്താണ് തീരുമാനിക്കേണ്ടത്, അതുപോലെ എനിക്ക് സമാധാനം വേണം, അതേപോലെ സന്തോഷം വേണം എന്ന് ഈ ഒരു ക്ലയൻറ്റിൻ്റെ തീരുമാനത്തോടു കൂടിയായിരിക്കും ഒരു ടെർമിനേഷൻ എൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാധാരണയായിട്ട് ഒരുപാട് തരത്തിലെ ട്രോമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ട്രോമ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കേസുകൾ വന്നിട്ടുണ്ടാവുക PTSD തന്നെയായിരിക്കും. ചിലപ്പോൾ ആ തരത്തിലുള്ള ട്രോമകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ട്രോമകളുണ്ട്. അത് പ്രധാനമായിട്ട് ഒന്നാണ് നേച്ചർ ഓഫ് ദ ഇവന്റ്. അതായത് ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവുന്ന ഒരു ട്രോമ. അപ്പോൾ ഉദാഹരണം പറയാം, ഫിസിക്കൽ ട്രോമ. എന്തെങ്കിലുമായിട്ട് ഒരു ആക്സിഡൻറ്റിൽ അപകടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു ദുരന്തം അയാളുടെ ലൈഫിൽ നേരിട്ട് കാണുക, ഇതൊക്കെ ഒരു ഫിസിക്കൽ ട്രോമയായിരിക്കും. അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആരെങ്കിലും ഉപദ്രവിച്ച് കാരണം അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ അതേപോലെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ട്രോമ എന്ന് പറയുമ്പോൾ എന്താണ് അയാൾക്ക് മെൻ്റലി ആയിട്ടും അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ടും ഉണ്ടാകുന്ന വലിയൊരു ആഘാതം അയാൾ ഉണ്ടാവുകയാണ്. ഒന്നുകിൽ ഒരു അബ്യൂസ്, അയാളെ ചെറുപ്പകാലത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് അബ്യൂസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ വിശ്വാസവഞ്ചന കാണിക്കുകയാണ്. ഒരുപാട് കാലം പ്രണയിച്ചു, ആ വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇട്ടേച്ച് പോവുകയാണ്. അതേപോലെ ഈ ഒരു ഫാമിലി ലൈഫിൽ അവർ നല്ല രീതിയിൽ കുടുംബജീവിതം നടക്കുന്ന ഇയാൾക്കൊരു വേറെ റിലേഷൻഷിപ്പ്, അല്ലെ അവർക്ക് വേറെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ എന്താണ് അവർക്കൊരു വിശ്വാസവഞ്ചന പോലെ ഉണ്ടാവുന്ന ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ട്രോമയാണ്. അതേപോലെ സെക്ഷുവൽ ട്രോമ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൽ ട്രോമ ചിലപ്പോൾ അബ്യൂസുകളിൽ പെടുത്താം. പക്ഷെ അതിൽ കൂടുതലായിട്ട് നമ്മൾ വിക്ടിംസ് എന്ന് പറയും. NPD ക്ലയൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ വിക്ടിംസിന് ഏറ്റവും സെക്ഷുവലി ആയിട്ട് വളരെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അവർക്ക് കിട്ടും. ഇതൊക്കെ ഒരു നാച്ചുറോ അല്ലെങ്കിൽ ഇവൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രോമകളാണ്. കാരണം ചിലപ്പോൾ ഈ ഒരു സെക്ഷൽ ട്രോമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഉപദ്രവിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയ കുട്ടി കാണുകയാണ്, അല്ലെങ്കിൽ നേരിട്ട് ഇതേപോലെ അനുഭവപ്പെടുകയാണ്. അതൊക്കെ എന്താണ് ഈ കുട്ടീനെ ചിലപ്പോൾ ലൈഫിൽ ചിലപ്പോൾ സെക്ഷുവലി അനുഭവിച്ച ട്രോമ പോലെ പിന്നീട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇതൊക്കെ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന ട്രോമയാണ്. ഇനി അടുത്ത ട്രോമ എന്ന് പറയുന്നത് ടൈം ഫ്രെയിം ആൻഡ് ഒക്യുറൻസി എന്ന് പറയുമ്പോൾ ഒരു സമയപരിധിക്കോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനമാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുന്ന ഒരു ട്രോമ. അക്യൂട്ട് ട്രോമ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഒരു ചിലപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. അയാൾ ചിലപ്പോൾ ഇവരുമായിട്ട് ഒരു ഫാമിലി ടൂറിനോ അല്ലെങ്കിൽ എവിടേക്കോ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവുന്ന ഒരു ട്രോമയാണ് അക്യൂട്ട് ട്രോമ എന്ന് പറയുന്നത്. ഒന്ന് മ്യൂട്ട് ആക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അക്യൂട്ട് ട്രോമ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ചെറിയൊരു ഒരു പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാർ അപകടമോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലൊന്നും ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ട്രോമ. ഇനിയിപ്പോൾ അല്ലെ ക്രോണിക് ട്രോമയിലേക്ക് വരുന്ന പറയാം, ഒരു വിട്ടുമാറാത്ത കുറേ കാലം വർഷങ്ങളോളം അവരെ മനസ്സിലുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു വേദന ഉണ്ടാവുകയാണ്, അതായത് ലൈഫിൽ നിന്നും കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് ഒരാൾ ഭർത്താവ് മരിച്ചു പോവുകയാണ്,
അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോവാണ്, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചു പോവാണ്. അതെന്താണ് അവർക്കൊരു ഗ്രീഫ് പോലെ എന്താണ് അവർക്ക് വളരെയധികം ട്രോമ ഒരുപാട് കാലം വരെ മനസ്സിലാവും. കാരണം അതിനിടയ്ക്കൊരു ആർക്ക് സമാധാനിപ്പിക്കാനുണ്ടാവില്ല, അതേപോലെ കൂടെ ആരും സപ്പോർട്ടിങ്ങിന് ആരും ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ് അവർക്ക് ഒരുപാട് ചിലപ്പോൾ അവർ നിരന്തരമായിട്ട് ആളുകൾ അവർക്ക് എക്സ്പോഷർ കൊടുക്കുമോ, നിനക്കിത് സംഭവിച്ചു പോയല്ലോ, നിനക്കിത് വരാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വാക്കുകൾ കാണുമ്പോൾ അതൊരു ഒരു ക്രോണിക് ട്രോമയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരു കോംപ്ലക്സ് ട്രോമയിലേക്ക് വരുന്ന സമയത്തോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇതെല്ലാം കൂടി പ്രശ്നം, ഒരു ഗാർഹിക പീഡനം, അതിൽ ചിലപ്പോൾ വീട്ടിൽ നിരന്തരമായിട്ടുള്ള ഒരു പീഡനം, അതല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ, ഒരു ഫോണിൽ കൂടെ നമ്മൾ സാധാരണയായിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ച് എന്തെങ്കിലും ചെറിയ പ്രത്യേകിച്ച് ഒരു 17-18 പെൺകുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റി ഫോട്ടോ അയച്ച് ഇതൊക്കെ വെച്ച് ഒരു ഭീഷണിപ്പെടുത്തൽ, അല്ലെങ്കിൽ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ മോശമാക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള ഭീഷണി മൂലം ഉണ്ടാകുന്നതാണ് കോംപ്ലക്സ് ട്രോമ. ഇതൊക്കെ എന്താണ് അവരുടെ ലൈഫിൽ ഒരുപാട് കാലം എന്താണ് പിന്നെ അതൊരു ട്രോമയായിട്ട് ഒരു ദുരന്തമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും. ഇതാണ് ടൈം ഫ്രെയിം ആൻഡ് ഒക്കുറൻസ് ട്രോമ എന്ന് പറയുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ ഒറിജിൻ, അതായത് ഇന്റർപേഴ്സണൽ ട്രോമ, അതായത് ഒരാളിൽ നിന്നും മറ്റ് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് മറ്റൊരാൾ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യമില്ലാതെ ചിലപ്പോൾ ചെറിയ സമയം ഒരു പബ്ലിക് പേഴ്സണ് കളിയാക്കുക, അത് ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു അവഗണന, എല്ലാ കുടുംബത്തിനും നിരന്തരമായിട്ടുള്ള അവഗണനകൾ, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ സ്വന്തമായി അബ്യൂസ്, ആക്രമണങ്ങൾ, ഇതൊക്കെ ഇതിൽ ഇന്റർപേഴ്സണൽ ആയിട്ട് വരും. ഇതൊക്കെ അവരെ മാനസികമായിട്ടുള്ള ഒരു ട്രോമയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നോൺ ഇന്റർപേഴ്സണൽ ട്രോമയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ സുനാമി എന്നൊക്കെ പറയുന്നത് പോലെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ, കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള, ചെറുപ്പത്തിലെ തന്നെ ഒന്നും നേടാൻ പറ്റുന്നില്ല, ഫാമിലി വളരെ പട്ടിണിയും ദുരിതമൊക്കെ നടന്നിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തിൽ അങ്ങനെ കടന്നു പോകണം. അയാളെ മെന്റാലിറ്റി എന്താണ്, എൻ്റെ ലൈഫിൽ ഇനി ഒന്നും സംഭവിക്കാനില്ല, ഞാൻ പണ്ടേ ഒരു സാധാരണക്കാര കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്, എൻ്റെ ലൈഫിൽ ഇനി ഒന്നും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനെ പോകുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി ആ സമയത്ത് എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ട്രോമ എന്നും ഉണ്ടാവും. എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, ഞാനെന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ട് എനിക്ക് കഴിയാൻ പറ്റും. ഇതൊക്കെ ഒരു നോൺ ഇന്റർപേഴ്സണൽ ആയിട്ട് വരുന്ന ട്രോമകളാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വരുന്നത് സ്പെഷ്യലൈസ്ഡ് ട്രോമ കാറ്റഗറീസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഡെവലപ്മെന്റൽ ട്രോമയാണ്. അതായത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ പാരന്റിങ് ഒരു സ്റ്റൈല്, ഡിപ്പെൻഡന്റ് പാരന്റിങ്, വളരെ ടോർച്ചറിങ് ഈ ഒരു ശൈലിയിൽ കുട്ടികളെ വളർത്തുന്നത്, അതേപോലെ ഇവർക്ക് വളരെയധികം സ്ട്രിക്റ്റ്ലി ആയിട്ട്, അതായത് വളരെയധികം കുട്ടികൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റാതെ അവർ അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് ഡെവലപ്മെന്റൽ ട്രോമ എന്ന് പറയുന്നത്. ഇനി അടുത്ത് സെക്കൻഡറി വികാരിയസ് ട്രോമ എന്ന് പറയുന്നതാണ് ഒരു ആഘാതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളോട് ട്രോമയെക്കുറിച്ച്, ഒരാളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുകയാണ്, അയ്യോ അയാൾക്ക് ഇത് സംഭവിച്ചു പോയി എന്ന് വളരെ ദുരന്തരമായിട്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങളിൽ ഒരാൾ കേട്ട് മനസ്സിലാക്കുകയാണ്. ആ ഒരു കേൾവി പോലും ഉണ്ടാകുന്ന ഒരു ട്രോമയാണ് സെക്കൻഡറി വികാരിയസ് ട്രോമ എന്ന് പറയുന്നത്. ഇത് വളരെയധികം എഫക്റ്റീവ് അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ആർക്കാ ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള കൗൺസിലേഴ്സിന് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെയാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ വളരെ ഡീപ്പായിട്ടോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ പ്രയാസങ്ങളൊക്കെ കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണലായിട്ടൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രോമ കേസ് ഡയറക്റ്റ് ആയിട്ട് നമ്മളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇമോഷണലി കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാവും. അത് മറ്റേ ഓപ്പോസിറ്റ് ആയിട്ട് ആ ക്ലയൻറ്റ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. മുമ്പ് നമ്മുടെ ഈ ഒരു വയനാട് ദുരന്തവുമായിട്ട് ഒരു കലാമിറ്റി നടന്നിട്ടല്ലോ. കാരണം ആ സമയത്ത് നമ്മൾക്ക് അവിടെ പോയ സമയത്ത് അവിടെ നമുക്കെന്താ കുറച്ച് ടീമിൻ്റെ കൂടെ ഞാനും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൗൺസിലർ ചെയ്തിട്ടുള്ളതാണ്, മറ്റൊരാൾ പറയുന്നത് കേട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് പൊട്ടിക്കരയാണ്. അത് ഡീപ്പ് തന്നെയാണ്, നമ്മൾ കാണുമ്പോൾ ഒരു തമാശയോ സപ്പോർട്ടിങ്ങോ ഒന്നുമല്ല, പക്ഷെ എന്താ ഡീപ്പ് തന്നെ, വളരെ ഡീപ്പായിട്ട് അവരും ആ ഒരു ക്ലയൻറ്റിൻ്റെ കൂടെ കരയാണ്. പക്ഷെ ഇതൊക്കെ എന്താണ് അവരെ മനസ്സിൽ എന്തെങ്കിലും ഒരു ട്രോമ, ഒരു ഇമോഷണൽ ട്രോമ അവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ ഒരു ടൈപ്പാണ് സെക്കൻഡറി വികാരിയസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഹിസ്റ്റോറിക്കൽ കളക്റ്റീവ് ട്രോമയിലേക്ക് വരുന്ന സമയത്ത് തലമുറകളായിട്ട് എന്താണ് കുറേ നമുക്ക് ഉണ്ടാകും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ സ്വയം കുറ്റപ്പെടുത്തുകൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് കിട്ടുന്നത്,
അങ്ങനെ പലതരത്തിലുണ്ടാവുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ കളക്റ്റീവ് ഡ്രാമയിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് പ്രധാനമായിട്ടും ഒരു ചില സമയത്ത് ഒരു നിർബന്ധിതമായിട്ടൊരു സ്ഥലം മാറ്റം ഉണ്ടാവുക എന്ന് വിചാരിച്ചു, ഒരു ട്രാൻസ്ഫർ പോലും ഉണ്ടാവുക. ചിലപ്പോൾ കുട്ടികൾക്കും ഉണ്ടാവും. ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു സ്കൂൾ മാറി മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒരു കളക്റ്റീവ് ട്രോമയിലേക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ ട്രോമയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അവർക്ക് കഠിനമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, അവർക്ക് ചിലപ്പോൾ ഈ ഒരു മെഡിക്കൽ ഒരു ഡോക്ടറിന്റെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ അബദ്ധവശാൽ ഒന്നുകൂടി പറയാം. ഹിസ്റ്റോറിക്കൽ ഓക്കെ, ഹിസ്റ്റോറിക്കൽ കളക്റ്റീവ് ട്രോമയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്താണ്, വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ചിലപ്പോൾ ഒരു ടീം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടീമിൽ നിന്നും നിരന്തരമായിട്ട് നമ്മൾ ഒഴിവാക്കപ്പെടുകയാണ്, കളിയാക്കപ്പെടുകയാണ്. അതേപോലെ എന്താണ്, പിന്നെ ഒരു സമൂഹം, ഒരു അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി ഒറ്റപ്പെടുക. നിന്നെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ പിന്നെ നിന്നെക്കൊണ്ട് ഈ വീട്ടിന് ഒരു ഉപകാരം ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രവാസിയോട് ഒരാൾ ചോദിക്കുകയാണ്, നീ ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കളക്റ്റീവ് ട്രോമയിലേക്ക് വരുന്നത്. അവർ സ്വയമായിട്ട് എന്താണ് ഏറ്റെടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ കാരണങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്, ഈ ഒരു ട്രോമ വരുന്നത്, അല്ലെ മനഃപൂർവ്വം മറ്റുള്ള ആളുകൾ ചെയ്യുന്നതല്ല. അവരെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ മറ്റുള്ള ആളുകൾ എന്താണ് പറയുന്നത് അത് തിരിച്ചറിയാൻ കഴിവ് ഇവർക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാകും. പൂർണ്ണമായിട്ട് അവരെന്താണ്, ഇമോഷണൽ ആ ഒരു റീകളക്റ്റീവ് എന്നൊക്കെ പറയുന്നത് പോലെ ഇമോഷണൽ ഒരു പൂർണ്ണമായിട്ട് ആ ബുദ്ധിമുട്ടിലേക്കായിരിക്കും അവർക്ക് ഇപ്പോൾ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ മെഡിക്കൽ ട്രോമയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ മെഡിക്കൽ ട്രോമ പല ഡോക്ടേഴ്സിന് ചില അബദ്ധവശം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് മെഡിക്കൽ ട്രോമ എങ്ങനെയാണ് എഫക്റ്റീവ് ആകുന്നത്, ചില കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് എന്താണ് ഈ ഒരു ട്രോമ വരുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് എന്താണ് ഇന്നർ ഹീൽ അങ്ങോട്ട് ചെയ്യും. അന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അത് വിശദമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ എന്താണ്, പിന്നെ നിങ്ങൾക്ക് അന്ന് ആ സമയത്ത് ആരുടെയും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആളെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ഇവരെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ആ ഒരു തെറാപ്പിസ്റ്റ് മനഃപൂർവ്വമായിട്ടെന്താണ് അയാൾക്ക് ആ ഒരു വരുന്ന ക്ലയൻറ്റിന് ട്രോമയിലേക്ക് പൂർണ്ണമായിട്ട് ഒന്നുകൂടി താഴ്ന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ക്ലയൻറ്റ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് പ്രസൻറ്റ് മൊമെൻറ്റ് അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് നോക്കണം എന്തുകൊണ്ടാണ് പറയണത്? അവർ എന്ത് സമയത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ട്രോമ സംഭവിച്ചിട്ടുള്ള കുട്ടി നമ്മളെ മുമ്പിൽ വരികയാണ്, ചിലപ്പോൾ വരുന്ന സമയത്ത് പാരൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ആൾ ഓക്കെയാണ്. പക്ഷെ നമ്മളെ ഈ ഒരു ചോദ്യവും കാര്യങ്ങളും കൊണ്ടിട്ട് ആൾ ചിലപ്പോൾ ആ പഴയ കഴിഞ്ഞിട്ടുള്ള സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പുറത്ത് വരും, ആൾക്ക് വല്ലാത്തൊരു വിറയലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള വളരെയധികം എക്സ്പീരിയൻസ് വേണം. അതേപോലെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം ഈ ഒരു ക്ലയൻറ്റിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്താണ് മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു 4 ടൈപ്പ് ഓഫ് ട്രോമ ആണ് പ്രധാനമായിട്ട് നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ട്രോമ. ഇതിൽ തന്നെ ഈ ഒരു ആങ്സൈറ്റി ട്രോമകൾ വരും, PTSD പോലെ വരും, ആക്സിഡൻ്റൽ ട്രോമ വരും, പിന്നെ കലാമിറ്റി, നാച്ചുറൽ ട്രോമകൾ, എല്ലാ പലതരത്തിലുള്ള ട്രോമകൾ ഇതിലൊക്കെ പെടും. ഇനി അടുത്തത് ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കോർ സിംറ്റംസ് ഓഫ് ട്രോമ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ദ ട്രോമ. അവർക്ക് എന്താണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ? ഈ ഒരു ട്രോമ വീണ്ടും അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും. ഈ ഒരു പ്രശ്നം എൻ്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണ്, അനാവശ്യമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പേടി സ്വപ്നങ്ങൾ പോലെ ഉറക്കത്ത് കണ്ട് ഞെട്ടി ഉണരുക, അല്ലെങ്കിൽ ഈ ഒരു വീണ്ടും വീണ്ടും സംഭവിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ. ആ തോന്നൽ കാരണം എന്താണ്, മറ്റുള്ള ആളുകളെ കൂടി ബുദ്ധിമുട്ടാൻ, എനിക്കത് വരാൻ പോകുന്നു, എനിക്കൊന്നും ടെൻഷനാണ്, എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, നിരന്തരമായിട്ട് ആ തോന്നൽ മറ്റുള്ള ആളുകളെ പോലും ബുദ്ധിമുട്ടാകും. ചില വീട്ടിൽ നിന്നൊക്കെ ചില കുട്ടികൾക്ക് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ മുതിർന്ന അവർക്ക് ട്രോമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പോലെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ ഈ ഓരോ ഓർമ്മകൾ വരുന്നതോട് കൂടി അവർക്ക് എന്താണ്, ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ, എപ്പോഴും ആൾ തളർന്ന പോലെ കിടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതേപോലെ അവർക്ക് എന്താണ്, ഈ ഒരു ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ആൾക്ക് കൈയും കാലും വിറയുന്നതായിട്ട് അവർക്ക് തോന്നും. ഇതൊക്കെ എന്താണ്, എക്സ്പീരിയൻസ് ട്രോമ അവർക്ക് സിംറ്റംസുകളാണ്. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, അവോയ്ഡൻസ് ഓഫ് ട്രോമ റിമൈൻഡർ എന്ന് പറയുമ്പോൾ
ഈ മാക്സിമം എന്താണ് അവർ ഈ ഒരു ട്രോമ റിമൈൻഡർ അവർ അവോയ്ഡ് ചെയ്യുക. ഒന്ന് പ്രധാനമായിട്ടും സിറ്റുവേഷന്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്, പിന്നെ ആളുകളിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ജീവിതത്തിൽ തന്നെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ലൈഫ് പോലെ. കാരണം ആ ഒരു ട്രോമ തൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായി എൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കും എന്നുള്ള ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരിക്കലും എന്താണ് ആക്ടിവിറ്റീസിലേക്കോ അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിൽ അവർക്ക് പോകാൻ തയ്യാറല്ല. മനഃപൂർവ്വമായിട്ട് അവോയ്ഡൻസും ഉണ്ടാവും. ഇനിയിപ്പോൾ നെഗറ്റീവ് ചേഞ്ചസ് ഇൻ തോട്ട് ആൻഡ് മൂഡ് എന്ന് പറയുമ്പോൾ ചിന്തകളിലും അവരുടെ മാനസികാവസ്ഥയിലും ഒരുപാട് നെഗറ്റീവ് മാറ്റങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒരുപാട് കോർ ബിലീഫ്സുകൾ, നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. ഞാൻ സുരക്ഷിതനല്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്കൊരു നല്ലൊരു കുടുംബജീവിതം ഇയാളുടെ കൂടെ ഒരിക്കലും നടത്താൻ പറ്റില്ല. കാരണം മുമ്പ് ഒരു കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ആ ഒരു ക്ലയൻറ്റ് വന്ന സമയത്ത് എന്താണ് ഞാൻ പല CBT കേസുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൗൺസിലിംഗ് തുടങ്ങി സമയത്തിന് മുമ്പ് തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഫസ്റ്റ് നൈറ്റ് തന്നെ വീട്ടിൽ നിന്ന് രാത്രി ഭയങ്കര ശബ്ദത്തോടു കൂടി ആ പെൺകുട്ടി ഇറങ്ങി ഓടി എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാരും ചുറ്റുപാടുള്ള ആളുകൾ എന്താണ് വിചാരിക്കുക, രാത്രി 12 മണിക്ക് 1 മണിക്ക് പെൺകുട്ടി ഇറങ്ങി ഓടുമ്പോൾ വളരെയധികം തെറ്റിദ്ധാരണകൾ അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചെന്താണ്, ആ ഫാമിലി ആ കുട്ടിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചത്? കുട്ടിക്ക് സംഭവിച്ചെന്താ, ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ കോർ ബിലീഫ് എന്താണ്, ഞാൻ വളരെയധികം മോശക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, എനിക്ക് നല്ലൊരു ജീവിതം എനിക്ക് മുന്നോട്ട് ഉണ്ടാവില്ല. എന്താണ് ഒരു പൊട്ടിത്തെറി പോലെ എക്സ്പ്ലോറേഷൻ എപ്പോഴുണ്ടായ കല്യാണം കഴിഞ്ഞ ആ ഫസ്റ്റിന് ഈ ഒരു ചിന്തകളെല്ലാം കൂടി വന്നപ്പോൾ ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥയിൽ ആ ഇമോഷണൽ കൺട്രോൾ സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ ഇതേപോലെയാണ് അവരുടെ വിശ്വാസങ്ങൾ. പിന്നെ എപ്പോഴും എന്താണ് അവർക്ക് കുറ്റബോധമായിരിക്കും, എനിക്കിത് സംഭവിച്ചു പോയല്ലോ, ഞാൻ മറ്റുള്ള പോലെ അല്ല, എൻ്റെ ലൈഫിൽ എപ്പോഴും എന്താണ് ഇനിയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെയിം, പിന്നെ സ്വയമായിട്ട് എന്താണ് എപ്പോഴും എന്താണ് ഒരു കുറ്റപ്പെടുത്തുക, ഞാൻ വളരെ മോശക്കാരിയാണ്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്ത് ജോലി കൊടുത്താലും വളരെ താല്പര്യമില്ലായ്മ അവരുടെ ലൈഫിലുണ്ടാവും. പിന്നെ അതേപോലെ അവർക്ക് എന്താണ് എപ്പോഴും മറ്റുള്ള ആളുകൾ തന്നിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്തൊരു സിംറ്റംസ് ആണ് ഹൈപ്പർ അറൗസൽ ആൻഡ് ഹൈപ്പർ വിജിലൻസി എന്ന് പറയുന്നത്. ചില സമയത്ത് എന്താണ് അമിതമായിട്ടുള്ള ഹൈപ്പർ ആവേശമായിരിക്കും. ഏതൊരു കാര്യം അവർക്ക് ചെയ്യണമെങ്കിൽ, ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൗൺസിലിംഗ് വന്നാൽ തന്നെ അവർ വളരെ ആവേശത്തോടു കൂടി നമ്മൾ പറയുന്നത് കേൾക്കാനും അത് ചെയ്യാനും ഒക്കെ വളരെ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതേപോലെ ഹൈപ്പർ വിജിലൻസ്, വളരെ ജാഗ്രത എന്നൊക്കെ പറയും, ജാഗരൂകരായിട്ട് നോക്കും. നമ്മളെ തന്നെ സൂക്ഷ്മമായിട്ട് നമ്മുടെ മുഖത്തേക്ക് തന്നെ അവർ നോക്കിക്കും. നമ്മൾ എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ പറയുന്നത് അതേപോലെ അനുസരിക്കാൻ അവർ പൂർണ്ണമായിട്ട് തയ്യാറായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ തയ്യാറാണ്. പക്ഷെ നമ്മളെന്താണ് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായി ഉന്നയിക്കുമ്പോഴാണ് അവർക്ക് ഈ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചില സമയത്ത് ആ ദേഷ്യം, നമ്മൾ ചോദ്യങ്ങൾ വഴി തെറ്റി പോകുന്ന സമയത്ത് വല്ലാത്ത അഗ്രഷൻ അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. അതേപോലെ പെട്ടെന്നൊരു ഞെട്ടിപ്പോകുന്നത് പോലെ ഇരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മളൊന്ന് കൈകൊണ്ട് തൊടേണ്ടി വരും. ആൾ ചിലപ്പോൾ സ്ഥലത്ത് ഉണ്ടാവില്ല, മൈൻഡ് ഇവിടെ ഉണ്ടാവില്ല, ആ ഒരു ഫിസിക്കൽ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ അവരെ മറ്റൊരു തരത്തെ ബാധിക്കുന്ന ഉറക്കിനെ സ്ലീപ്പിംഗ് പാറ്റേൺ നിരന്തരമായിട്ട് അവർക്ക് ബാധിക്കും. ഇതാണ് സാധാരണ ഒരു ട്രോമയിൽ, നമുക്ക് എന്ത് ട്രോമയായാലും നമുക്ക് ആ ട്രോമയിൽ കാണാൻ പറ്റുന്ന ഒരു സിംറ്റംസുകൾ. ഇനിയിപ്പോൾ ഇതിൽ നമുക്കിനി ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു തെറാപ്പി സെഷനിലേക്ക് തന്നെ പോവുകയാണ്. നമുക്കിപ്പോൾ എല്ലാ ആഴ്ചയും നിരന്തരമായിട്ടൊരു സെഷൻ കൗൺസിലിംഗ് എങ്ങനെയാണ്, സ്കില്ലുകൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള കേസുകൾ വന്ന് നമ്മൾ എന്തൊക്കെയാണ് തൽക്കാലം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലേക്ക് പോകുന്ന സെഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെഷൻ 1 തന്നെ ഏകദേശം ഒരു 15-16 സെഷനോളം നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ ഒരു പ്രോലോഗ്ഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പിയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് കൊടുക്കുക. അവർക്ക് അതിനെപ്പറ്റി എത്രത്തോളം ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ ഒരു സെഷൻ്റെ എണ്ണങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ആദ്യ സെഷനിൽ തന്നെ ഓവർവ്യൂ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് PI എന്ന് പറയും, പ്രോലോഗ്ഡ് എക്സ്പോഷർ ആണ്. ഈ ഒരു തെറാപ്പിയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ക്ലയൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താണ് ട്രോമ സംഭവിച്ചിട്ടുള്ളത്,
ആ ട്രോമയെക്കുറിച്ച് എന്താണ്, ആ ട്രോമയിൽ ഏത് ഭാഗത്താണ് അയാൾക്ക് അത് സംഭവിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു എക്സ്പോഷർ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് വിശദമായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു റോഡിൽ നിന്ന് ഒരാൾ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്നെന്ന് വിചാരിക്കുക. അതിൽ നിന്നും ആൾ സംഭവിച്ചിട്ട് പോയൊരു കുട്ടിയോ മുതിർന്ന ആളോ ആയിക്കോട്ടെ, അതിൽ നിന്ന് വന്നൊരു ട്രോമയാണെങ്കിൽ എന്താണ്, നമ്മൾ വണ്ടിയുള്ള സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോകേണ്ടി വരും. അയാൾ എവിടെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ഏൽപ്പിക്കുക, അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആളുകളെ വാഹനങ്ങൾക്കിടയിൽ കൂടെ എന്താണ് ട്രാഫിക് ജാമിൽ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതേപോലെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശദമായിട്ട് എന്താണ് അതിൻ്റെ കൂടെ പറയുക. പിന്നെ ഗ്യാദർ ട്രോമ ഹിസ്റ്ററി ആൻഡ് റിയാക്ഷൻ. നമുക്കെന്താണ് ഈ ഒരു ട്രോമയെക്കുറിച്ചുള്ള പൂർണ്ണമായി ഹിസ്റ്ററി അയാളിൽ നിന്ന് എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പൂർണ്ണമായി നോക്കണം. കാരണം അയാളെ ആ ഒരു ട്രോമയെക്കുറിച്ച് നമ്മളോട് പറയുന്ന സമയത്ത് അയാൾ എന്ത് റിയാക്ഷൻ ആണെന്ന് ഫിസിക്കലി ആയിട്ടും ഇമോഷണലി ആയിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് അയാൾക്ക് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ടീച്ചിങ് ബ്രീത്തിങ് റീട്രെയിനിങ് എന്നുള്ളതാണ്. സാധാരണ ബ്രീത്തിങ് നമ്മൾ കൺട്രോൾ ചെയ്യാനും പിന്നെ പഠിപ്പിക്കലാണ് പ്രധാനമായിട്ടും ഈ ഒരു ട്രോമയിൽ ചെയ്യേണ്ടത്. ബ്രീത്തിങ് റീട്രെയിൻ എന്നാൽ ഈ എങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു ബ്രീത്തിങ് ഏതൊരു സാഹചര്യത്തിലും അത് കൺട്രോൾ ചെയ്യേണ്ട രീതി. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഹോംവർക്ക്, റിവ്യൂ, റാഷണൽ പ്രാക്ടീസ് ആൻഡ് ബ്രീത്തിങ് ഡെയിലി. അപ്പോൾ എന്താണ് അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് എത്ര തവണ ചെയ്യണം, അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിശദമായിട്ട് അവർക്ക് പറയും. ഈ ഒരു സെഷനിൽ മാക്സിമം അതാണ് നമ്മൾ ഒരു ഒറ്റ സെഷനിലെ കൊണ്ട് എല്ലാതും കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ആളുകളൊന്ന് മ്യൂട്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു സെഷൻ 2ലേക്ക് വരുന്ന സമയത്ത്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെഷൻ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതാണ്. മാക്സിമം ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെഷൻ നമുക്ക് സൈക്കോ എഡ്യൂക്കേഷൻ അയാളുടെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ തന്നെ അധികം സമയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ബ്രീത്തിങ് റിട്രെയിനിങ് മാത്രമായിരിക്കും കൊടുക്കുക. അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെഷൻ 2ലേക്ക് വരുമ്പോൾ ഈ ഒരു ട്രോമ റിയാക്ഷൻ ആൻഡ് എഫക്ഷൻ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രോമയിൽ നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു എക്സ്പോഷർ മൂലം അയാൾക്ക് ഏതൊക്കെ രീതിയിലാണ് റിയാക്ഷൻസ് പ്രതീക്ഷിക്കുന്നത് അയാൾ, അതേപോലെ ഏതൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈഫിനെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് മുൻകൂട്ടി നമ്മൾ കാണണം. കാരണം എന്തെങ്കിലും ഈ ഒരു ട്രോമയിൽ കൂടെ നമ്മൾ അയാളെ കൊണ്ടുപോകുന്ന പ്രോസസ്സിങ്ങിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ബൈ മിസ്റ്റേക്കിലി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും എന്താണ് അത് വലിയൊരു ദുരന്തമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, എന്ത് എക്സ്പോഷറാണ് അവർക്ക് കൊടുക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ടും ആ ഫാമിലിക്കോ അല്ലെങ്കിൽ ഈ അനുഭവിച്ചിട്ടുള്ള ആൾക്കോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എക്സ്പോഷർ ഫോക്കസ് ഇൻ ദ വിവോ എക്സ്പോഷർ എന്ന്. കാരണം ഈ വിവോ എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ്, ലൈവായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. റിയലായിട്ട് എവിടെയാണ് റിയലായിട്ട് അവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് റിയൽ സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കും. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരാൾക്കാണെങ്കിൽ അയാളെന്ന് ആദ്യം റോട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ല, ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ അടുത്തുള്ള ഒരു മാളിലേക്ക് കൊണ്ടുപോകും. ആ മാളിലേക്ക് എന്താണ് കുറച്ച് 1-2 നിമിഷങ്ങൾക്ക് അവർ 5 മിനിറ്റ് അവിടെ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി തിരിച്ചു പോരും. ഇതേപോലെ പിറ്റേ ദിവസം എന്താണ് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയുമായിട്ട് കുറഞ്ഞ സമയം അവിടെ നിർത്തുന്നു, തിരിച്ച് ഇതേപോലെ. ഇതാണ് എക്സ്പോഷർ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർ വില്ലിങ് ആണ്. പല ആൾക്കാരും എന്താണ് റിയലായിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ട്രോമ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലും തയ്യാറല്ല. നമുക്ക് നിരന്തരമായിട്ട് അവർക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതേപോലെ എന്താണ് അവർക്ക് മേക്ക് ലിസ്റ്റ് ഓഫ് അവോയ്ഡ് സിറ്റുവേഷൻ. നമ്മൾ ഈ ഒരു എക്സ്പോഷർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് അവർ ഈ മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സംഭവിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള ഒഴിവാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെ മേഖലയിലേക്കാണ് അവർ ഒഴിവാക്കുന്നത് അതിൻ്റെ ഒരു ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കുക. എവിടെയാണ് അവർക്ക് പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉള്ളത്, എവിടെയാണ് അവർ പോകാൻ പിന്നെ ആഗ്രഹമില്ലാത്തത്, ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പ്ലേസസിനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഏറ്റവും പേടിപ്പെടുത്തുന്ന സിറ്റുവേഷനിലേക്ക് പകരം എന്താണ് ഏറ്റവും സിമ്പിളായിട്ട്, ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ചിലപ്പോൾ അവർ പോകാണ്ടുണ്ടാവും, പക്ഷെ അവർക്ക് എന്താണ് ഒരു ആവശ്യമുണ്ട്, അവിടെ പോവുകയും വേണം, കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം എന്നുള്ളൊരു ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ആ ഒരു രീതിയിലേക്കും എക്സ്പോഷറിൻ്റെ കൊടുക്കേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് സുഡോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സബ്ജക്റ്റീവ് യൂണിറ്റ് ഡിസ്ട്രക്റ്റീവ് സ്കെയിലാണ്
അത് സ്കെയിൽ 0 to 10 ഉപയോഗിക്കാം, 0 to 100 ഉപയോഗിക്കാം. അത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പും എക്സ്പോഷർ ഉപയോഗിക്കുന്നതിന് മുമ്പും അതിൻ്റെ ശേഷം എന്താണ് ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് അവരുടെ ആങ്സൈറ്റിയും ഈ ഒരു പറഞ്ഞിട്ടുള്ള ഡിപ്രസീവ് ആയിട്ടുള്ള ആ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷണൽ കൺട്രോൾ ഒക്കെ നമ്മൾ മാക്സിമം അത് അറിഞ്ഞതിന് ശേഷമായിരിക്കണം അടുത്ത എക്സ്പോഷറിലേക്ക് പോകേണ്ടത്. അതിനുശേഷം വീണ്ടും ഈ ഒരു റേറ്റിംഗ് അവരെ കൊണ്ട് തന്നെ നോക്കുക എത്രയാണ് റേറ്റിംഗ് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ ഹോംവർക്കാണ്. ഈ ഹോംവർക്കിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും താൽക്കാലികമായിട്ട് ഈ ഒരു വിവോ എക്സ്പോഷർ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ തവണ ചിലപ്പോൾ വീട്ടുകാരെ കൊണ്ടുപോയെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ബ്രീത്തിങ് ആണ് കൂടുതലായിട്ട് അവരോട് നിരന്തരമായി ചെയ്യാൻ പറയും. 4-7-8 അല്ലെങ്കിൽ പിന്നെ ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള 4-4 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീത്തിങ് അവരോട് നിരന്തരമായി ചെയ്യാൻ പറയുക. അതനുസരിച്ചായിരിക്കും അവരെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് സ്വയമായിട്ടൊരു കൺട്രോൾ അവർക്ക് കിട്ടണം. അതിനനുസരിച്ചായിരിക്കും സെഷൻ 2ലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ സെഷൻ 3ലേക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു കേസ് വന്ന് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇതേ പൊസിഷനിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്താണ് ഓരോ സെഷനും എന്താണ് ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് ആ സെഷൻ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ റിവ്യൂ ഹോംവർക്ക് കഴിഞ്ഞ 2 സെഷനും നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ഹോംവർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ഒരു ക്ലയൻറ്റും തെറാപ്പിസ്റ്റും കൂടി ഒരുമിച്ചിട്ട് എന്താണ് പിന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മേഖലയിലേക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത്, ട്രോമൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ആ ഒരു സ്കെയിലിൽ നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ് നിങ്ങൾക്ക് കിട്ടി, ജേണൽ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ മനസ്സ് തോന്നിയിട്ടുള്ളത്, എന്തൊക്കെ ചിന്തകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു റിവ്യൂ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഇമേജിനൽ എക്സ്പോഷർ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത് വിവോ റിയൽ ലൈഫുമായിട്ട്. പിന്നെ അടുത്തൊരു 3 സെഷൻ കഴിഞ്ഞപ്പോൾ സാധാരണയായിട്ട് പിന്നെ ഈ ഒരു കേസ് ഒരു 5-6 സെഷനിലൊക്കെയാണ് ഫൈനലിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഇമാജിനൽ എക്സ്പോഷർ സാധാരണ കൊടുക്കൽ. പക്ഷെ ചില കേസുകൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് വിഷ്വലൈസേഷൻ കൊടുക്കേണ്ടി വരും. ആ വിഷ്വലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് മാക്സിമം എന്താണ് ഒരു പിന്നെ ഈ ഒരു ആരതാണ് ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ. അത് മറ്റാരോ ഒരാൾ സ്പീക്കർ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു എറർ എനിക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അവരോട് പറയാം പിന്നെ ആ ഒരു ട്രോമയെക്കുറിച്ച് നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് മുമ്പ് എന്നാണോ ആ ട്രോമ സംഭവിച്ച ആ സമയത്ത് നിമിഷങ്ങളെക്കുറിച്ചൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറയുക. ആ സമയത്ത് അവർക്ക് പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെ ചിന്താഗതികളാണ് വന്നിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അന്ന് നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ എന്താണ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയും. അത് ഏകദേശം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എന്താണ് ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് വിഷ്വലൈസ് പഴയ കാര്യങ്ങൾ വരുന്ന സമയത്ത് വല്ലാത്തൊരു സങ്കടം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ പറയുകയാണെങ്കിൽ വിഷ്വലൈസ് ചെയ്യണമില്ല, ഡിസ്ക്രൈബ് ദ ട്രോമ. അവരോട് പറയാം അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടൊന്ന് വിശദമായിട്ട് കാര്യങ്ങളൊന്ന് പറയാൻ പറയാം. കാരണം എന്താണ് ആ പറയുന്ന സമയത്ത് എന്താണ് ഓരോ വാക്കുകളിൽ കൂടെ അവർ ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് അത് മാക്സിമം എന്താണ് അവരെ മനസ്സിലേക്ക് അത് കൊണ്ടുവരും. അപ്പോൾ അതാണ് അത് ഇമാജിനലുമായി അതേപോലെ ഡിസ്ക്രൈബും ഒരുമിച്ച് നടക്കും. ഈ ഒരു പ്രോസസ്സിങ്ങിലാണ് വിഷ്വലൈസേഷൻ നടക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഒരു സെഷന് മാത്രം 40-45 മിനിറ്റോളം ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. അന്ന് വേറെ ആക്ടിവിറ്റീസും കൊടുക്കാതെ ഈ ഒരു ഇമാജിനലും ഡിസ്ക്രൈബിങ് ട്രോമയും മാത്രം ഒരു സെഷനിൽ കൊടുക്കുക. പിന്നെ അതേപോലെ ഹോംവർക്കിലേക്ക് വീണ്ടും പോകുന്ന സമയത്ത് എന്താണ് എക്സ്പോഷർ റെക്കോർഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെക്കോർഡ് പൂർണ്ണമായിട്ട് അവർ എവിടെയൊക്കെയാണ് നമ്മളൊരു റെക്കോർഡ് ഡയറി ബുക്ക് അവർക്ക് കൊടുക്കും. എത്ര തവണ എക്സ്പോഷർ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിലേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എത്ര തവണ നിങ്ങൾ പോകുന്നുണ്ട്, ഏതൊക്കെ തവണ ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിശദമായിട്ടുള്ള ഒരു റെക്കോർഡ് അവരുടെ കൂടെ തന്നെ സ്വയമായിട്ട് ചെയ്യാൻ പറയാം. പിന്നെന്താണ് ഈ ഇമാജിനറി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരോട് സ്വയം ഇരുന്ന് ചെയ്യാൻ പാടില്ല. അത് നമ്മളെ മുമ്പിലോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിലോ ഒരു കോതെറാപ്പിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഇൻ്റർമീഡിയറ്റ് സെഷൻ. ഒരു 4-14 സെഷനുകൾക്കിടയിൽ നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കുന്ന ഹോംവർക്കുകൾ അവർക്കൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ചിന്തകളും വികാരങ്ങളും ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച്. പിന്നെന്താണ് അവർക്ക് കൂടുതൽ
വിഷയങ്ങൾ അവരുടെ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണ് പുതിയ പുതിയ മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ളത് അനുസരിച്ച് നമ്മൾ അതിൽ ഹോംവർക്കിൽ മാറ്റം വരും. ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ നമുക്ക് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്താണ് നമുക്കൊരു റെമഡിയേഷൻ പ്ലാനിങ്, ഒരു ലെസൺ പ്ലാനൊക്കെ ഒരു റെഡിയാക്കിയിട്ട് ആ കുട്ടിക്ക് എന്താണ് ഗ്രാജുവലി ആയിട്ട് എന്താണ് ഒരു കാര്യത്തിലേക്ക് മാത്രം പഠനത്തിൽ ഈ ഒരു കാരണം കൊണ്ട് പഠനത്തിൽ വളരെയധികം മോശമാണ് കുട്ടി എങ്കിലെന്താണ് നമുക്ക് നല്ലൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് എന്താണ് സബ്ജക്റ്റീവ് അല്ലാതെ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതല്ലാതെ വേറെ മറ്റൊരു തരത്തിൽ എന്താണ് അക്കാദമിക്കിൽ അല്ലാത്ത വേറെ എന്തെങ്കിലും ലെസൺ പ്ലാനുകൾ ഉണ്ടാക്കി ആ കുട്ടിയുടെ മൈൻഡ് എന്താണ് ഈ ഒരു ട്രോമയിൽ നിന്ന് പതിയെ പതിയെ നമുക്ക് മാറ്റാം. ഇതൊക്കെ എന്താണ് വിവോ ഹോംവർക്കുകളാണ്. അത് പ്രത്യേകിച്ചും വീട്ടിൽ നിന്നുള്ള പാരന്റിൽ നിന്ന് ആ കുട്ടിയെ എത്രത്തോളം സപ്പോർട്ടീവുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്റർമീഡിയറ്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഫൈനൽ സെഷനിലേക്ക് വരുന്ന സമയത്ത് ഇമാജിനൽ എക്സ്പോഷറും മുമ്പ് കഴിഞ്ഞിട്ടുള്ള വിവോ എക്സ്പോഷറും രണ്ടും ഒരുമിച്ചിട്ട് നമ്മൾ എന്താണ് അവരെ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ ഡിസ്കസ് ചെയ്യും. കാരണം നിങ്ങൾ വിവോ അല്ലെങ്കിൽ റിയൽ ലൈഫുമായിട്ട് ബന്ധ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, ഇമാജിൻ എക്സ്പോഷറുമായി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ മാത്രം എത്രത്തോളം ആ ഒരു ട്രോമ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഡിസ്കഷനാണ് നടക്കേണ്ടത്. പക്ഷേ ഹോംവർക്ക് റിവ്യൂയിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവർക്ക് ഇമാജിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമാജിൻ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റേ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് എന്താണ് ഫാമിലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നീ പഴയതുപോലൊന്നും ചിന്തിക്കാൻ പാടില്ല. ചില കാര്യം നിൻ്റെ ലൈഫിൽ ആ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചില കാര്യം നല്ലത് മാത്രം ഓർക്കാൻ ശ്രമിക്കുക. ഈ അന്ന് നടന്നിട്ടുള്ള ഇൻസിഡൻസ് നെഗറ്റീവായിട്ടുള്ള സിംറ്റംസുകൾ ശരീരത്തെ ബാധിക്കാത്ത രീതിയിൽ എന്താണ് അത് ലൈഫിൽ എപ്പോഴും കൊണ്ട് നടക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള മറ്റൊരു കാര്യമാണ് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു പ്രിവെൻഷൻ എന്ന് വെച്ചാൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ് ഈ ഒരു ചിന്തകളും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വീണ്ടും വരാതിരിക്കാൻ മാക്സിമം അവർ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ ടെക്നിക്കുകൾ എന്താണ് വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ അവർ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങും. അല്ലാതെ എന്താണ് വീണ്ടും ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഒരു കൗൺസിലർ ഓടി പോവാതെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ആ ലൈഫിൽ തന്നെ അവർ ചെയ്ത് പിന്തുടർന്ന് കൊണ്ടുപോവുക. എന്നാൽ തന്നെ അവർക്ക് കുറേയൊക്കെ ട്രോമയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഫാമിലിയിൽ നിന്നും നമ്മൾ പലതരത്തിലുള്ള ട്രോമകൾ പറഞ്ഞില്ലേ, ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രോമയൊക്കെ ഒരുപാട് കാലങ്ങൾ അവർക്ക് ക്രോണിക് ആയിട്ടുള്ളതാണെങ്കിൽ കുറേ കാലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ റിലാപ്സ് ഒരു മാസം ആൾ ഓക്കെ ആണെങ്കിൽ പിറ്റേത്തെ മാസം പിന്നെ അതേ പ്രശ്നങ്ങൾ അയാൾക്ക് ലൈഫിൽ പിന്നെയും ഉണ്ടാവും. അപ്പോൾ എന്താണ് നിരന്തരമായിട്ട് എന്താണ് കുറേ കാലം നമ്മൾ ഈ പറഞ്ഞിട്ട് ടെക്നിക്കുകൾ അവർ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ട്രോമയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് പ്രൊലോങ്ഡ് എക്സ്പോഷർ തെറാപ്പി എന്നുള്ളത്. PE എന്നാണ് ഷോർട്ട് നെയിം. ഇത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുമായിട്ട് എന്താണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് CBT കൊടുക്കുന്ന ഒരു തെറാപ്പി തന്നെയാണ് ഇതും. അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോമാറ്റിക് ആയിട്ട് സ്ട്രെസ് റിലീഫുമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരാൾ തൻ്റെ ട്രോമ അനുഭവിച്ചിട്ടുള്ള ഓർമ്മകളെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികാരങ്ങളെയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും സാഹചര്യങ്ങളെയും പലതവണയായിട്ട് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ എന്താണ് അതിനെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അയാളെ കൊണ്ടുപോയിട്ട് ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റിൽ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ സംഭവിച്ചിട്ടുള്ള കാര്യം ഇനി ഒരിക്കലും ഇത് സംഭവിക്കാൻ സാധ്യതയില്ല, അന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അത് സംഭവിച്ചു പോയതാണ്, അത് ചിലപ്പോൾ നിങ്ങളെ ഒരു ബൈ മിസ്റ്റേക്കിലേ ആവാം, ചിലപ്പോൾ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അയാൾ ചെയ്തതായാം, അയാൾക്ക് എന്താണ് ചെയ്ത് ആൾക്ക് എന്താണ് നമ്മൾ ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു പ്രൊലോങ്ഡ് എക്സ്പോഷർ തെറാപ്പി നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. പക്ഷേ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്താണ് ഈ ഒരു ശരിക്കും അതിൻ്റെ ഒരു റിയാലിറ്റി നമുക്ക് അവിടെ കിട്ടും. പിന്നെ അതിൽ മെയിൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രോമയുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. സൈക്കോ എഡ്യൂക്കേഷൻ പിന്നെ ട്രോമയെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും ഏത് തരത്തിലുള്ള ട്രോമയാണ് അനുഭവിച്ചിട്ടുള്ളത്, ട്രോമയുടെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അയാൾ മാനസികമായിട്ട് അനുഭവിച്ചിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ടും അയാൾക്കും അതിൻ്റെ കൂടെയുള്ള ആളുകൾക്കും നമ്മൾ കൊടുക്കുക. പിന്നെ ബ്രീത്തിങ് റീട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ബ്രീത്തിങ് ട്രീറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ബ്രീത്തിങ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് പിന്നെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ
അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു ബ്രീത്തിങ് അടിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറയുക, അവരുടെ ലൈഫിൽ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്കത് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അത് നമുക്ക് റീട്രെയിനിങ്ങിൽ അവസാനം വരാം. ഇനിയിപ്പോൾ ഇമാജിൻ എക്സ്പോഷർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമാജിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എക്സ്പോഷർ കൊടുക്കുക. പിന്നെ വിവോ എക്സ്പോഷർ ആണ് റിയൽ ലൈഫുമായിട്ടുള്ള. ഈ ഒരു 4 ട്രീറ്റ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ കുറച്ച് പിന്നെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഈ ഒരു ട്രോമ ഉള്ള സമയത്ത് ഉള്ളവർക്ക് അവർക്ക് പ്രധാനമായിട്ടും ചിലപ്പോൾ നമ്മൾ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ കൊണ്ടോ അവർക്ക് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തെറാപ്പി തുടങ്ങണോ, ചിലപ്പോൾ ചില ആളുകൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈ ഒരു തെറാപ്പി ഞാൻ പോകണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംശയം അവർക്ക് വന്നു കഴിയാൻ തന്നെ പ്രധാനമായിട്ട് അവർ പ്രശ്നം എന്താ പറയുക, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ ഒരു തെറാപ്പിസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരോടെങ്കിലും പറയും. അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നാട്ടുകാരറിയും, എനിക്ക് സംഭവിച്ചിട്ട കാര്യം. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി നാണം കെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പിന്നെ പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇയാൾക്കൊരു ട്രോമയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക, നിങ്ങൾക്കൊരു ട്രോമയാണ്, അത് ഈ ഒരു തെറാപ്പിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തെറാപ്പി വേണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ പൂർണ്ണമായിട്ട് സിംറ്റംസുകൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് തെറാപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് വേണോ വേണ്ടോ നിങ്ങളാണ് തീരുമാനിക്കുക. അപ്പോൾ അവരുടെ ചിന്താഗതിയും കാര്യങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അതേപോലെയാണ് ഈ ഒരു ട്രോമ കാരണം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ അവർക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഹൗ വാസ് ട്രോമ ഡിസ്ട്രപ്റ്റഡ് ആൻഡ് റെഡ്യൂസ്. അവരുടെ ജീവിതത്തിൽ ഈ ഒരൊറ്റ ട്രോമ കാരണം പല ബുദ്ധിമുട്ടും അവരുടെ ലൈഫുണ്ടാവും. പക്ഷേ ഇത് വീണ്ടും ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ പോകുമ്പോൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ ഓർമ്മകൾ വീണ്ടും പുറത്തെടുക്കുന്ന സമയത്ത് അവർക്ക് സംശയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലുണ്ടാവും. അപ്പോൾ എന്താണ്, നിങ്ങൾ താൽക്കാലികമായിട്ട് എന്താണ് ഈ ട്രോമ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇമോഷണൽപരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ ട്രോമയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ട്രോമ സിംറ്റംസ് കുറയുമ്പോൾ, മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറയുമ്പോൾ നിങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെ ഈ ഒരു തെറാപ്പീൻ്റെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കെന്താണ് തടസ്സപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ ഒന്ന് സമയമായിരിക്കും, ചിലപ്പോൾ അവർ കറക്റ്റ് സമയത്ത് എത്തിക്കുക. ഒരു സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് സമയത്ത് അവരെത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റാലിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പബ്ലിക്കായിട്ട് ചിലപ്പോൾ ഒരു മാളിലോ അല്ലെങ്കിൽ ഒരു വലിയ സിറ്റി അങ്ങാടിയിലൊക്കെ നമ്മളൊരു കൗൺസിൽ സെൻ്റർ ആണെങ്കിൽ അവർക്ക് വല്ലാത്ത പേടി, അവർക്ക് സംശയം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുറത്തുള്ള ആളുകൾ കേൾക്കാൻ സാധ്യതയുണ്ട്, എന്നെ ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എന്താണ് ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു എന്താണ് തെറാപ്പി സെഷനിൽ മുന്നോട്ട് കൊണ്ടുപോകുക അവർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് മാക്സിമം എന്താണ് അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കുറക്കുന്ന, ആ ഒരു ട്രീറ്റ്മെൻറ്റ് കുറക്കുന്ന രീതിയിലായിരിക്കും ബുദ്ധിമുട്ട്. അതൊക്കെ മാക്സിമം നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മളെപ്പോലെ ചില ആൾ കൗൺസിലിൽ തുടക്കക്കാരാകുമ്പോൾ എന്താണ് അവരെ മാക്സിമം എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ചില കൗൺസിലിൽ ആദ്യമായിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം എന്താണ് ഈ ഒരു ക്ലയൻറ്റിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അത് ഈ ഒരു ലീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്താണ് ആ ഒരു മോട്ടിവേഷൻ എന്താണ് ഒരു മൈസെൽഫ് പെർമിഷനാണ്. അതൊരിക്കലും അവർ നമുക്ക് തരുന്നതല്ല, നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. പക്ഷെ അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റും. അവരെ മനസ്സൊന്ന് പൂർണ്ണമായി തുറക്കുന്നത് വരെ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടേതായൊരു മോട്ടിവേഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് സ്വയം നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പൂർണ്ണമായിട്ടും ഒരു തെറാപ്പിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ആ ഒരു ക്ലയൻറ്റിനെ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, അവരെ പോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ അതേപോലെ ഈ ഒരു ട്രോമ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവരുമായിട്ട് സംസാരിക്കുന്നത്, മാക്സിമം എന്താണ് ഒരു തെറാപ്പിസ്റ്റ് ഒരു ക്ലയൻറ്റുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു
നല്ല രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കണം നടക്കേണ്ടത്. ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ പക്ഷെ അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മൾ ആ കുട്ടിയുമായിട്ട് മാക്സിമം ഒന്ന് സംസാരിച്ച് എന്താണ് ആ കുട്ടിക്ക് പറയാനുള്ളത്, അതേപോലെ പാരൻറ്റിന് എന്താണ് കുട്ടിയെക്കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് എന്താണ്, എല്ലാം സെപ്പറേറ്റ് ഒരുമിച്ച് കേൾക്കാതെ എല്ലാം പേഴ്സണലായിട്ട് എന്താണ് എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് രീതിയിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്താണ് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തെറാപ്പിയിലേക്ക് പോകേണ്ടത്. പിന്നെ അതേപോലെ ഒരു തെറാപ്പി തടസ്സപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പ്രശ്നങ്ങൾ എന്താണ് മാക്സിമം എന്താണ് ആ സമയത്ത് റിലാക്സേഷൻ മെത്തേഡുകൾ അവർക്ക് കൊടുക്കണം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് പുതിയ പുതിയ ഈ ഒരു ലേൺ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും, നമ്മൾ കൊടുക്കുന്ന ആ എക്സസൈസ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്താണ് ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കണം. അപ്പോൾ എന്താണ് അപ്പോൾ അവർ കറക്റ്റായിട്ട് നല്ലൊരു സ്ഥലത്തിരിക്കുക, ഒരു ബെഞ്ചിലോ ഒരു ചെയറിലോ ഇരിക്കുക, എന്നാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറയുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാൻ പറയുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് നല്ല മുക്കിലൂടെ വലിക്കുക. അപ്പോൾ അവരോട് പറയുക ഡീപ്പായിട്ട് ബ്രീത്തിങ്ങിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. മൂക്കിലൂടെ ജസ്റ്റ് പതിയെ മേലോട്ട് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതിയെ പോലെ എന്താണ് ഒരു 6 സെക്കൻഡ് പോലെ 1 2 3 എണ്ണുന്നത് പോലെ പതിയെ എന്താണ് അത് വായിലൂടെ പിന്നെ ഒരു പുറത്തേക്ക് വിടുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് സാധാരണ ഒരു ബ്രീത്തിങ് ഈ ഒരു ട്രോമകൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു ആങ്സൈറ്റിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഹൈ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റിയിൽ വരുന്ന ഒരാളാണെങ്കിൽ പിന്നെ നമ്മൾ ബോക്സ് ബ്രീത്തിങ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ഈ ഒരു എക്സസൈസുകൾ അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഒരു സെഷനിൽ തന്നെ ഒരു 5 or 10 മിനിമം 5ൻ്റെയും ഒരു 10ൻ്റെ ഇടയിൽ എന്താണ് ഈ ഒരു എക്സസൈസ് നിരന്തരമായിട്ട് അവരെ കൊണ്ട് ചെയ്യുക. നമ്മൾ സംസാരിക്കുന്നു, ഒരു 5 മിനിറ്റ് കഴിച്ച് വീണ്ടും ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുപോവുക. കാരണം അവർക്ക് സ്വയമായിട്ട് നമ്മളോട് എന്ത് കാര്യങ്ങൾ പറയും അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായിട്ട് അവയർനെസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതേപോലെ അവർക്ക് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാനിപ്പോൾ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു ബോധം കൂടി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ആ എക്സസൈസുകൾ ബ്രീത്തിങ് എക്സസൈസ് കൺട്രോളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ എക്സാമ്പിൾ വിവോ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ ഒരു വിവോ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു PTSD അല്ലെങ്കിൽ ഒരു ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസുകളാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു PTSD അല്ലെങ്കിൽ ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളോട് കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ മാക്സിമം നമ്മൾ എങ്ങനെയാണ് എക്സ്പോഷർ കൊടുക്കുക, ആ ഭയപ്പെടുത്തുന്ന മേഖലയിൽ കൂടെ തന്നെ അയാളെ സഞ്ചരിച്ച് ആ രീതിയിൽ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ എന്താണ് ഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോബിയ ആ ഒരു ആങ്സൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഞാനിവിടെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ഔട്ട്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള പേടിയും ഈ ഒരു ട്രോമയ്ക്ക് ശേഷം ആൾ പുറത്തിറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ വളരെ തിരക്കുള്ള ഒരു മാർക്കറ്റിലൂടെ എന്താണ് അയാളെ ഒരു 10 മിനിറ്റ് നടത്തിക്കുക എന്നുള്ളതാണ്. ഒരു ആങ്സൈറ്റി കുറയാനൊക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ട്രോമാറ്റിക് ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുക. ചിലപ്പോൾ ഒരു കലാമിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രോമയാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു വാർത്തയൊക്കെ എപ്പോഴും ഒരു 5 മിനിറ്റ് വാർത്തയൊക്കെ നമുക്ക് റെക്കോർഡ് പോലെ ചെയ്ത് അയാൾക്ക് കാണിച്ചു കൊടുത്താൽ ആ പഴയുള്ള ഓർമ്മകളൊക്കെ തിരിച്ചു വരാനുള്ള കാരണം അത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യും. ഇതൊരു ദൈവനിശ്ചയമാണ് എൻ്റെ ലൈഫിൽ, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർക്ക് ഓടാൻ പറ്റും. പിന്നെ അതേപോലെ ഒരു ഡ്രൈവർ വീക്ക് പാസഞ്ചർ, അപ്പോൾ തിരക്കുള്ള ഒരു റോഡിലൂടെ ഒന്ന് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറയുക. പിന്നെ അതേപോലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളോട് എൻ്റെ ട്രോമയെ കുറിച്ചിട്ട് വിശദീകരണങ്ങൾ കൊടുക്കുക. ഒരു ഫ്രണ്ടിനോട് വിളിച്ച് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട് ഒക്കെ പറഞ്ഞാൽ തന്നെ ഇതൊക്കെ ഒരു എക്സ്പോഷർ ആയിട്ടാണ്. പിന്നെ അതേപോലെ ഒരു പാർക്കിലൂടെ ഒക്കെ ഒറ്റയ്ക്ക് നടക്കുക. പിന്നെ അതേപോലെ ഒരു സോഷ്യൽ ഗാദറിങ് പാർട്ടിയിലൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ അവർക്ക് കുറഞ്ഞ 1 മണിക്കൂറോ 2 മണിക്കൂറോ ലോങ് ട്രിപ്പിലൊക്കെ അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള കാരണം അവരെ ആദ്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവർ വില്ലിങ് ആണെങ്കിൽ മാത്രം ആ ഏരിയയിൽ കൂടെയൊക്കെ അവരെ സഞ്ചരിക്കുക. പലതരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മാക്സിമം അവർക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് നല്ല ഒരു മ്യൂസിക് കേൾക്കുക, ഒരു സിനിമകൾ കാണുക, പിന്നെ അവർക്ക് പോവുക. പിന്നെ നല്ല നല്ല ശബ്ദങ്ങൾ, ചില പ്രസംഗങ്ങളൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും.
കാരണം വളരെ ക്യൂരിയോസിറ്റി, നല്ല വോയിസ് ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സാഹിത്യം പറയുന്ന ആളുകളെ ഒക്കെ അവരുമായിട്ട് എന്താണ് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ അവരെ പങ്കെടുക്കുക. ഇതൊക്കെ എന്താണ് ട്രൊമാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്ന മൊമെൻറ്റുകളാണ്. ഇനിയിപ്പോൾ ഇമാജിനൽ എക്സ്പോഷറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഒരു പബ്ലിക്കിൽ വെച്ചോ, വീട്ടിലെ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിൻ്റെ മുമ്പിൽ വെച്ചിട്ടോ, ക്ലിനിക്കിൽ വേണമെങ്കിൽ ഒന്ന് ഡോറൊക്കെ അടച്ചിട്ട് സ്വന്തമായിട്ട് ക്ലയൻറ്റും ഒരു തെറാപ്പിസ്റ്റും എന്ന നിലയിൽ അയാൾക്ക് സേഫ് ആണെന്ന് തോന്നുന്നു. അവിടെ ഈ ഒരു ഫാനിൻ്റെ അധികമായിട്ട് കറകറാന്നുള്ള ശബ്ദങ്ങൾ പാടില്ല. കാരണം അയാൾക്ക് ഇമാജിൻ പൂർണ്ണമായിട്ടും അയാളെ മനസ്സിലേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ മൈന്യൂട്ടായിട്ട് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു ശബ്ദങ്ങൾ അവിടെ പാടില്ല. മാത്രമല്ല നമ്മുടെ ഒരു ഫോണൊക്കെ വേണമെങ്കിൽ ആ സമയത്തൊന്ന് മാക്സിമം ഒന്ന് സൈലൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവരോട് പറയാം, നിങ്ങൾക്ക് വിശദമായിട്ടുള്ള പിന്നെ നിങ്ങളെ ഒരു ട്രോമയെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ പറയുക. എന്നിട്ട് വേണമെങ്കിൽ എന്താണ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അവരോട് ചോദിക്കുക, ഇത് നിങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാനൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. റെക്കോർഡ് അവർ പറയുകയാണ് ഓക്കെ ആണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുക. അതൊരു വീഡിയോ പോലെ, വോയിസ് റെക്കോർഡ് പോലെ. എന്നിട്ട് എന്താണ് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെന്താണ് അവർക്ക് ആ ഇമാജിൻ കിട്ടുന്നില്ല. അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം അവരെ ഇമാജിന് വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു വോയിസ് അവർക്ക് കേൾപ്പിക്കുന്ന സമയത്ത് ഓരോ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെക്കോർഡിംഗ് ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ അവർക്ക് എന്താണ് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഒരു ചിത്രം പോലെ, ഒരു സിനിമ പോലെ അവരുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറയുക. അവിടെ നിന്നുണ്ടായിരുന്ന ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ എന്തൊക്കെ സ്മെല്ല്, ആ സമയത്ത് എന്താ സ്മെല്ല്, അവരോട് പറയാം എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും രുചികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഫീലിങ്സ് ആ സമയത്ത് നടന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചിന്തകളായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് ആ സമയത്ത് അവരെ ഫീലിങ്സ് മീൻസ് സ്വയമായിട്ട് അവിടെ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫിയർ, സാഡ്നെസ്, അവരെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ നമ്മൾ എന്താണ് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാതെ അത് അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു സങ്കടത്തോടു കൂടിയാണ്, കരച്ചിലോട് കൂടിയാണ് അയാൾ പറയുന്നത്. ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല നിങ്ങൾ കരയരുത്, സമാധാനപ്പെടണം, അങ്ങനൊന്നും പറയാൻ പാടില്ല. അവർ കരഞ്ഞ് തീർക്കട്ടെ. ഇപ്പോൾ വളരെയധികം ആങ്സൈറ്റിയോട് കൂടിയാണ് കാര്യങ്ങൾ പറയിച്ചപ്പോൾ, ആങ്സൈറ്റി മീൻസ് ആ സമയത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് വാക്കുകൾ കിട്ടുന്നുണ്ടാകുന്ന ഒരു വിറയലായിരിക്കും, പക്ഷെ കരച്ചിൽ അങ്ങോട്ട് വരുന്നുമില്ല. ഈ ഒരു സാഹചര്യമാണെങ്കിൽ ആ ഒരു പൊസിഷന് തന്നെ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ മാക്സിമം ഒരു 3 മിനിറ്റ് ആ ഫിയർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പോൾ എന്താണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകൾ കൊടുക്കുക. പിന്നെ വീണ്ടും തന്നെ ഈ ഒരു പ്രോസസ്സിലേക്ക് തിരിച്ചു വരിക. പിന്നെ റിപ്പീറ്റ് ദ പ്രോസസ്സ് സെവറൽ ടൈംസ് എന്ന് വെച്ചപ്പോൾ പല തവണയായിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ഇമാജിനിൽ അയാളോട് ചോദിക്കേണ്ടി വരും. കാരണം കറക്റ്റായിട്ട് ഒരു വിഷ്വലൈസും കിട്ടണമെങ്കിൽ അയാൾക്ക് അന്ന് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സും അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുള്ള പ്രയാസങ്ങളൊക്കെ ഒരു 5-6 തവണ ചിലപ്പോൾ പല കേസുകൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു 8-9 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് ഒരു 10 തവണ ചിലപ്പോൾ നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരേ സെഷനിൽ മാത്രമല്ല, ഇമാജിനിൽ അവിടെ ഫെയിൽ ആവുകയെന്ന് തോന്നുകയാണെങ്കിൽ താൽക്കാലികമായി ഇമാജിൻ അവിടെ നിർത്തി അടുത്ത സെഷനിലേക്ക് മാറ്റി വെക്കുക. ഇതൊക്കെയാണ് ഇമാജിൻ എക്സ്പോഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഇന്റർമിക്സിങ് സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ സെഷൻ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം ഇന്റർമിക്സിങ് സെഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പോഷറോ അല്ലെങ്കിൽ ട്രോമ പ്രോസസ്സിങ്ങിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു സെഷനിൽ നടക്കുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റസ് നോക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമിക്സിങ് സെഷൻ എന്ന് പറയും. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ക്ലയൻറ്റിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എത്ര ഡെപ്തായി ഡീപ്പായിട്ടാണ് ഇയാൾ നമ്മളോട് പറയുന്നത്, അത് എത്രത്തോളം റിഫ്ലക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്റ്റീവ് അയാളുടെ ശരീരത്തിലും വാക്കിലും പുറത്തേക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെഷനാണ്. അല്ലെങ്കിൽ ചെറിയൊരു കുറഞ്ഞ മിനിറ്റുകൾ മാറും ഇന്റർമിക്സിങ് സെഷൻ എന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ട് ചിലപ്പോൾ ഈ ഒരു ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രോമയെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രെസ് ആയിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ആങ്സൈറ്റിയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ആർ യു ഫീലിംഗ് ആംഗ്രി, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വളരെ ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചത് വല്ലാതെ തെറ്റായിട്ട് തോന്നിയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കാരണം അവരുടെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ആർ യു ഫീലിംഗ് അഷൈംഡ്, ഗിൽറ്റ് ഓർ ഡിപ്രഷൻ,
ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇത് പറയുന്ന സമയത്ത് എന്താണ് ലജ്ജ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവായിട്ട് ഒരു ടെൻഷനായിട്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാത്തൊരു ഇതൊന്നും മറ്റുള്ള ആളുകൾ ഇതൊന്നും ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഗിൽട്ടി ആൻഡ് ഷെയിംഡ് ഫീൽ ചെയ്തതാണ്. പിന്നെ അതേപോലെ ഇവർക്ക് ഒരു സ്റ്റക്ക് തോട്ട് എന്ന് പറയുന്ന സമയത്ത് ആർ യു സ്റ്റിൽ ബ്ലെയിം യുവർ സെൽഫ്, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളോട് ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം എൻ്റെ ചിന്തകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, കാരണം സ്റ്റക്ക് തോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പൂർണ്ണമായിട്ട് ഒരു തെറ്റായിട്ടുള്ള ഒരാളാണ്, ഞാൻ മോശക്കാരനാണ് എന്നുള്ളൊരു ചിന്തയാണ് സ്റ്റക്ക് തോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ. പിന്നെ അതേപോലെ ഹാവ് യു ബിഗൻ ലെറ്റ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് അവർക്ക് ഒരു ക്ഷമിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും, പിന്നെ അതേപോലെ അവർക്ക് എന്താണ് ഒരു നിങ്ങൾക്കിപ്പോൾ നിലവിൽ എന്തൊക്കെ തിരിച്ചറിവുകളാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്, ഈ ഒരു തെറാപ്പി സെഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഫൈനലായിട്ട് അവരോട് ചോദിക്കുക. കാരണം ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഫീലിങ്സ് ഒരു ഇമോഷൻസ് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ അതറിയാൻ വേണ്ടിയിട്ടും, അതേപോലെ അവർക്ക് സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ കൂടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചോദിക്കുന്നത്. ഈ തെറാപ്പിയിൽ കൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ പോകുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നോക്കുക. ഇനിയിപ്പോൾ ഫൈനൽ സെഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് ഏതൊക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഒരു സിംറ്റംസുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പോൾ ശരീരത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്, ടെൻഷൻസൊക്കെ ഫീലിംഗ് മാറിയോ, ഇപ്പോഴത്തെ ഫീലിംഗ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു തെറാപ്പിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 1 അവർ സെഷന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീലിങ്സ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക്, അതേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ, പുതിയതായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു തെറാപ്പിയിലൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താണ് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗോൾ സെറ്റിങ്സിൽ കാര്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പഠനത്തിൽ എവിടെയൊക്കെയാണ് മുന്നോട്ടെത്തേണ്ടത്, ജോലിയുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഫൈനൽ സെഷനോട് കൂടി അവസാനിപ്പിക്കുക. പിന്നെ ഇതിൽ റിലാപ്സ് പ്രിവെൻഷൻ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു പ്രശ്നം വീണ്ടും വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, അതായത് ലൈഫിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ട്രോമകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനെ ഒന്ന് നമുക്ക് എന്താണ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് കൊടുത്തുള്ള ഓരോ ഐഡിയാസുകളും അയാൾക്ക് ലൈഫിൽ വന്ന ബുദ്ധിമുട്ടൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ടെക്നിക്കൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു നൈറ്റ്മെയർസ്, ആങ്സൈറ്റി, അവോയ്ഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്ഫുൾ ലൈഫിൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് ലൈഫ് ലോങ് അവർ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഏതൊരു നിമിഷം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് തെറാപ്പിസ്റ്റിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ എന്തും കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ റിലാപ്സ് പ്രിവെൻഷനിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു അസസ്മെൻ്റ് എടുക്കുക എന്നുള്ളത്, അസസ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് അസസ്മെൻ്റ് ടൂൾസുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എടുക്കേണ്ട ഇമോഷണൽ അവയർനെസ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾസാണ്. പിന്നെ അതേപോലെ ഈ ഒരു ട്രോമ കെയർ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾസ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതേപോലെ ട്രിഗറിങ് മാപ്പിംഗ് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട്. കാരണം ഈ ട്രിഗറിങ് മാപ്പ് എന്ന് പറയുന്നത് ഈ ട്രോമക്ക് കാരണമാകുന്ന എന്തൊക്കെ സിറ്റുവേഷൻ അത് തിരിച്ചറിയാൻ വേണ്ടി ക്ലയൻറ്റിന് സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ള. പിന്നെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് വേണ്ട, അവരുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഫൈനലി ആയിട്ട് നമുക്ക് ചോദിക്കാം, ഇതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതുണ്ട്. അവിടെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആ ക്ലയൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കേസ് ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ പ്രസൻറ്റ് പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് കംപ്ലൈൻറ്റ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ട്, എന്തൊക്കെ ട്രോമ ഡീറ്റെയിൽസ് ആണുള്ളത്, അതിൻ്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്. പിന്നെ അതേപോലെ അവർക്ക് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ മെയിനായിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ട്രോമയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കും, ക്ലയൻറ്റിന് എന്ത് ട്രോമയാണ് സംഭവിച്ചിട്ടുള്ളത്,
പിന്നെ അതേപോലെ ഈ ഒരു പ്രസന്റ് മൊമെന്റുമായിട്ട് എന്തൊക്കെയാണ് അവർ ബുദ്ധിമുട്ടുകൾ ഉള്ളത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിരിക്കണം ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്താണ് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്? ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാം? എന്താണ് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്? നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവരെ കൂടുതൽ അതിനെപ്പറ്റി പറയിക്കാൻ വേണ്ടി കൂടുതൽ യെസ്, അത് തന്നെ. അതെ, പൂർണ്ണമായിട്ടുള്ള എസ് ഓർ നോ ഒരിക്കലും എന്താണ് പ്രത്യേകിച്ച് ഒരു ട്രോമ കേസുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടോ? ആ സംഭവിച്ച സമയത്ത് നിങ്ങളെ കൂടെ ആരായിരുന്നു? എന്ത് ഫീലിങ്സ് ആയിരുന്നു? അതൊന്നും അല്ല ചോദിക്കേണ്ടത്. എസ് ഓർ നോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക. എന്താണ് ഈ ഒരു ട്രോമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? പൂർണ്ണമായിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ, അത് പൂർണ്ണമായി ഡീറ്റെയിൽസ് കിട്ടുന്ന തരത്തിലായിരിക്കണം ആ ഒരു ചോദ്യങ്ങൾ അവർക്ക് ഉണ്ടാകും. ഇതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. കാരണം അത് ക്ലയൻറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് അവർക്ക് ആ ഉള്ളിലെ ഫീലിങ്സും എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വീണ്ടും റിപ്പീറ്റഡ് പറയാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടൂൾസുകളാണ്. അപ്പോൾ ഇത് ഫൈനലി ആയിട്ട് എന്താണ് നമുക്ക് ഏറ്റവും ഒരു ഫസ്റ്റ് സെഷനും കഴിഞ്ഞ് ഒരു കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത ശേഷമാണ് ഈ ഒരു വീണ്ടും ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചോദ്യങ്ങൾക്ക് നമ്മൾ അവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ അതിന് ശേഷം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഫീലിംഗ്, ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്, ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ആ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ആ വികാരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും എപ്പോഴും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കണം ചോദ്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും തോട്ട്, ബിലീഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചിന്തകളും വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകണം. അതേപോലെ ഫിസിക്കലി അവർക്ക് ശാരീരികമായിട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതേപോലെ കോപ്പിംഗ് മെക്കാനിസം, ഈ ഒരു ട്രോമ കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സ്വയമായിട്ട് തൽക്കാലം ഇതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് പ്രധാനമായിട്ട് ഒരു ട്രോമ കെയർ അല്ലെങ്കിൽ ട്രോമ തെറാപ്പിയിൽ നമ്മൾ പ്രോസസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. ഞാനതൊന്നും ടൂൾസുകളുടെ കാര്യമൊന്നും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ അല്ലേ എല്ലാവരും? ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ പറയും ഒരൊറ്റ കാര്യം കൂടി, ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇമോഷണൽ റീട്രെയിനിങ്, എങ്ങനെയാണ് ഇമോഷണലായിട്ട് അവരെ കൺട്രോൾ ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളത് പിന്നെ അവർക്ക് അത് നമ്മൾ നിർബന്ധമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇമോഷണൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. എനിക്കിപ്പോൾ എന്താണ് നിലവിൽ വേണ്ടത്, അത് ഒരു ധാരണ അവർക്ക് വേണം. കാരണം എന്താണ്, എനിക്കിപ്പോൾ ഏത് ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, സങ്കടപ്പെടണമെങ്കിൽ എനിക്ക് സങ്കടപ്പെടാനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്ക് വേണം. അപ്പോൾ കരയാനുള്ള ആ ഒരു കാരണം, ഇപ്പോൾ അതിന് നമ്മൾ എന്താണ് പലതരത്തിലുള്ള ഇമോജികൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പറഞ്ഞതുപോലെ സ്കെയിലുകൾ ഉപയോഗിച്ചിട്ടോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും നിങ്ങളുടെ ഇമോഷൻ ഇപ്പോൾ ഈ ഒരു നിലവിലാണ് എന്നത്. അതേപോലെ അതിനു വേണ്ടി നമ്മൾക്ക് ഡെയിലി മൂഡ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഷീറ്റ് അവർക്ക് കൊടുക്കും, അവരെ ഇമോഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ട്രിഗറിങ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻ ഇവൻസുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഏത് സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്, അതിന് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റീസ് ബുക്ക്. പിന്നെ ഒരു കൊഗ്നിറ്റീവ് ഫ്ലെയിം എന്ന് പറഞ്ഞതുപോലെ അവർക്ക് എന്താണ് വികാരങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവായിട്ട് ഡിസ്ട്രോഷൻസ് ഒക്കെ ഉള്ള സമയത്ത് എന്താണ് അത് സ്വയമായിട്ടൊരു പരിശോധിക്കാനുള്ളത് ഈ ഒരു ടൂൾസാണ് ഈ ഒരു കൊഗ്നിറ്റീവ് ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു എന്താണ് ചിലപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്കൊരു കുറേ ചാർട്ടുകൾ വരച്ച് കൊടുത്തിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ് ചാർട്ടുകൾ വരച്ച് കൊടുത്ത് സാഡ്, ഹാപ്പിനെസ്, പിന്നെ അതേ മറ്റു തരം എല്ലാ ഫീലിങ്സൊക്കെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് കാണിച്ചു കൊടുത്താൽ അവർ കുട്ടികൾ ഇപ്പോൾ നിലവിൽ നീ ഏതാണ് ഇപ്പോൾ മനസ്സിലുള്ളത്, സങ്കടമാണോ അല്ല ഹാപ്പിനെസ് ആണോ മറ്റു തരത്തിൽ ഏതെങ്കിലുമൊക്കെയാണ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഇമോഷണൽ റീട്രെയിനിങ് നമുക്ക് താൽക്കാലികമായിട്ട് ക്ലയൻറ്റിനെ ഒരു സെഷനിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ചോദിച്ചോളൂ. ഈ തെറാപ്പി കൊടുക്കുമ്പോഴ് പിന്നെ ക്ലയന്റിന് ഒരു വിരലില് വേദന വരും, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയൊക്കെ വന്ന് അസഹ്യമായിട്ട് വേദനിക്കുന്നതൊക്കെ പറയില്ല.
അതുണ്ടാവും. അത് നമ്മൾ കാരണം ആ ഡീപ്പായിട്ട് ആ ഇന്നർ ഫീലിംഗിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഫിസിക്കലി ആയിട്ട് അവർക്ക് തോന്നുന്നത്. അതൊരു തോന്നൽ മാത്രമാണ്. അത് പ്രത്യേകിച്ച് എവിടെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഇമാജിനൽ ചെയ്യുമ്പോഴാണ്, വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരിക. അതായത് നമ്മൾ റിയൽ ലൈഫുമായിട്ട് വിവോ എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പെയിന് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അവരെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും കൊണ്ടുവരികയാണ്. EMDR ഒക്കെ ചെയ്യുന്നത് പോലെ അവരെന്താ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പെയിൻ, ശാരീരികമായിട്ട് അവിടെ വേദനകൾ, കാലുകൾക്ക് വേദന ഉണ്ടാവും, കൈകൾക്ക് വേദന ഉണ്ടാവും. എവിടെയും അബ്യൂസുകൾ നടന്ന കേസുകളാണ്, അവിടെയൊക്കെ പൊസിഷനിലൊക്കെ അവർക്ക് വേദനയായി ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോഴ് ഈ ഡീപ് ബ്രീത്ത് എല്ലാം അതല്ലേ നൽകുക? ഡീപ്പ് ബ്രീത്തിങ് ആ സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഡീപ്പ് ബോക്സ് ബ്രീത്തിങ് കൊടുക്കുക. 4 സെക്കൻഡ് കറക്റ്റ് ഡീപ്പായിട്ട് മേലോട്ട് വലിക്കുക, 4 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എന്താണ് പതിയെ പുറത്തേക്ക് വിടുക, ജസ്റ്റ് അടുത്ത 4 സെക്കൻഡ് എന്താണ് ജസ്റ്റ് ബോഡി ഒന്ന് നല്ല ടൈറ്റാക്കി മെല്ലെ മുകളിലേക്ക് ആക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് കൂളാക്കി വിടുക, ആ ബോഡി ഒന്ന് റിലാക്സ്. ഇത് 1-2 തവണ സ്പോട്ട് ചെയ്യിപ്പിക്കുക ആൾക്കൊണ്ട്. അതേപോലെ ഇപ്പോ ഒരു ക്ലയന്റ് അവര് ചെറിയ കുട്ടിയാവുമ്പോ LKG-ലൊക്കെ പഠിക്കുമ്പോ അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. വളരെയധികം ദ്രോഹിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോ പിന്നെ ആ കുട്ടീനെ ഒരുപാട് ദ്രോഹിച്ചു, അടിക്കോ, നിസ്സാര കാര്യങ്ങൾക്കല്ല. ചെറിയ ലെറ്റർ, ചില ലെറ്ററൊക്കെ തിരിച്ചെഴുതി, ഈ പി ഇതൊക്കെ തിരിച്ചെഴുതിനൊക്കെ ഒരുപാട് അടിച്ച് ചുമരിൽ കയറ്റാൻ വേണ്ടിയൊക്കെ നോക്കുന്ന വിധത്തില് ചെയ്തു. അത് ആ കുട്ടീന്റെ അനിയനെ ഒരു പ്രാവശ്യം ഇതൊരു പ്രശ്നത്തില് റൂമിലിട്ട് അടിച്ച് പൂട്ടിയിട്ടു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു അധ്യാപകനാണ്. അപ്പൊ അത് കുട്ടിക്കാലത്താണ് നടന്നത്. അപ്പൊ അയാൾക്ക് ഇന്ന് പ്രായമായി, അധ്യാപകന് പ്രായമായി. ഈ കുട്ടീന്റെ ഇവരെ വീട്ടിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു വിഷ്വലായിട്ടൊക്കെ കൊടുത്തപ്പോ അവര് വിഷ്വലൈസ് കൊടുക്കുന്നതല്ല, അവർക്ക് ഏറ്റവും നമുക്ക് എന്താ റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. എന്തായാലും അത് വിഷ്വലൈസ് തന്നെ നല്ലത്. പറയൂ. വിഷ്വലൈസ് ചെയ്തപ്പോഴേ അവരെന്നെ ഒരു കഥയിലൂടെയെല്ലാം പോകുന്ന പോലെ തോന്നി. അവര് അയാളെ കൊല്ലുന്നതും എണ്ണയിലിട്ട് പൊരിക്കുന്നതും അങ്ങനെയൊക്കെ അവര് തന്നെ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പോയി. കൂട്ടത്തില് ഞാനും കൂടെ പോകുന്ന വിധത്തിൽ അങ്ങനെയൊക്കെ പോയി. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് ആള് തിരിച്ചു വന്നു. അവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഒരു ചെയർ ടെക്നിക്ക് ഇല്ലേ, ചെയർ ടെക്നിക്ക് ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. 2 ചെയർ വെച്ചിട്ട് ആ ക്ലയന്റിന്റെ മുന്നിൽ വെച്ചിട്ട് അയാൾക്കത്ത് ആ കുട്ടിക്കാലത്തെ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ, ഇനി അടിക്കണോ പിടിക്കണോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദേഷ്യങ്ങൾ നമ്മളെ ഇമാജിന്റെ കൂടെ തന്നെ ആ ടെക്നിക്കുകൾ 2 കസേര വെക്കുക, ഒന്ന് അയാൾ ഇരിക്കുക, ഒന്ന് ഫ്രണ്ട് ഓഫിൽ അയാൾ ആരെ ക്ലയന്റിൽ. അപ്പോൾ നമ്മൾ മാറി നിൽക്കുക, എന്നിട്ട് അവരോട് പറയും നിങ്ങൾക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞു തീർക്കുക എന്നുള്ളത്. വിഷ്വലൈസ് ഒന്നുകൂടി എഫക്റ്റീവ് ആവും അതിന്റെ കൂടെ തന്നെ. അപ്പൊ അവർക്കത് കൊടുത്ത് നല്ല ഇതായി. ഇനി പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ആവശ്യമില്ല. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അതിലൊരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആൾ പൂർണ്ണമായിട്ടും ഓക്കെ ആവും. ഇനിയിപ്പോൾ അതിൽ ചിലപ്പോൾ ആൾ കൺഫ്യൂസ്ഡ് ആണ്, മാറ്റങ്ങളൊന്നും ഇല്ല നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് എങ്ങനെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇതെന്താ അറിയാം, ഒരു കുട്ടിക്കാലത്ത് നടന്നത് കൊണ്ട് അത് ബ്രെയിനിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അയാളത് ബ്രെയിന് പൂർണ്ണമായിട്ടും അടിച്ചേൽപ്പിച്ചതാണ്. അതാണ് പെട്ടെന്ന് അത് ചിലപ്പോൾ പുറത്തു കൊണ്ട് വരാൻ പറ്റാത്തതും. അതേപോലെ ഇമോഷണൽ റെഗുലേഷൻസ്, അതേപോലെ പിന്നെ അവരെ റിലേഷൻഷിപ്പിനൊക്കെ പിന്നെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോൾ അയാൾക്ക് തോന്നുന്നത്. ഇപ്പോൾ കുട്ടീനെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഇമോഷണൽ ട്രോമയായിട്ട് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ സെഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? അതെ സാറേ, നല്ല യൂസ്ഫുൾ ആയിരുന്നു. നല്ലതായിരുന്നു. ഓക്കെ, ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നെത്തിയൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് വന്നിങ്ങോട്ട് കയറി. അപ്പോൾ പറയാൻ വിചാരിച്ചത് കുറേ വിട്ടുപോയോ, PPT-യിൽ കുറേ ഉൾപ്പെടുത്താത്തത് വന്നു പോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല സാറേ, ഞങ്ങൾക്ക് ഇത് കൂടുതൽ ഇൻഫർമേഷൻസ്.
കാരണം ഞാനൊരു ഡെമോ വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. നമുക്ക് കുറച്ചൊരു ട്രോമാറ്റിക് ആയിട്ടൊരു കേസ് വന്ന ഡ്രോമ ഇങ്ങനെ വെക്കണം എന്നുള്ള അതിന് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഓഫീസിൽ വെച്ചിന്ന് രാവിലെ ഓഫീസിൽ നിന്ന് റെഡിയാക്കി വെച്ചതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്, അതൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് പോകുന്നത് കൊണ്ട്. നമുക്കിനി അടുത്ത സെഷനിൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഒരു ഡെമോ പോലെ നമുക്ക് ചെയ്ത് കാണിക്കാം. കാരണം അത് നമ്മൾ എന്തായാലും തരും PPT ഒക്കെ. ടൂൾസുകൾ ഉണ്ടെങ്കിൽ ടൂൾസിന്റെ കൂടെ എൻ്റെ പറ്റുന്ന ടൂൾസുകളൊക്കെ ഞാൻ അതും ഷെയർ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. സാറ് പിന്നെ പറഞ്ഞില്ലേ ചെയർ ടെക്നിക്സ്, 2 ചെയർ വെച്ച് ആ നമുക്ക് സംസാരിക്കാം. അപ്പൊ അവരുടെ ഇമോഷണൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനും പിന്നെ അവർക്ക് മറ്റേ ആളോടുള്ള ദേഷ്യം ഒരു റിവഞ്ച് അതെ. പോലെ അവര് അതിനോട് പ്രതികരിക്കുന്നു. പക്ഷെ അത് എത്രമാത്രം ശരിയാ സാർ? നമുക്ക് അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണ് വരേണ്ടത്, നിങ്ങളത് അതേപടി എക്സ്പ്രസ് ചെയ്തോളാന്ന് പറയേണ്ടത്? അത് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ സാറേ അത് കാണേണ്ടത്? കാരണം അവര് ചില സമയത്ത് ഇടിക്കുന്നു. ഇപ്പൊ മറ്റേ ആരോ ഉള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, അവര് ഭയങ്കരമായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യണം. അതൊക്കെ ഒരു ഭയങ്കര എനിക്ക് നെഗറ്റീവ്. നമുക്ക് എത്രമാത്രം സാറിന്റെ ഒരു അഭിപ്രായം എന്താ സാർ? അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം? എൻകറേജ്മെന്റ് മാത്രല്ല, അവര് ഒരു ലൈഫിൽ എന്താ പറയുക, അവര് ചില കേസുകൾ നമുക്ക് അവരെ പ്രതികാരങ്ങളെ തീർക്കാനുള്ള ഒരു അത് അവസരമാണ്. പിന്നീട് അവർക്ക് ചിലപ്പോ അത് എങ്ങനെ അവരെ അഫക്ട് ചെയ്യും പിന്നീട് അവരുടെ ലൈഫിൽ അതിനെ? കാരണം എന്താണ്, ഒരു കുട്ടിക്കാലത്ത് ഒരാൾക്ക് ഇപ്പോ ഒരു ക്ലിയർ ആയില്ല ഭയങ്കര സാറേ, ഒന്നുകൂടെ പറയാം. ആ ഒരു കുട്ടിക്കാലത്ത് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരു പാരന്റിന്റെ ഒരാളാണെങ്കിൽ അയാളെ ലൈഫിൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ അയാളെ ജീവിതമൊക്കെ തുടങ്ങി 40-45 സമയത്ത് അയാളെ ലൈഫിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയാണ്. ചിലപ്പോൾ ലൈഫിൽ ചിലപ്പോൾ ഒരു ഭാര്യ ചിലപ്പോൾ അയാൾ എന്തോ മോശമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ മക്കൾ സ്വന്തമായിട്ട് അയാൾ സംസാരിക്കും. ഈ ഒരു ഇൻസിഡന്റ് ലൈഫ് ഞാനൊരു കേസ് ഏറ്റെടുത്തതാണ്. ആ ഒരു കേസ് അപ്പോൾ കുട്ടികളും ഇയാളൊക്കെ സംസാരിച്ച് തമ്മിൽ അയാൾ പൂർണ്ണമായി ഡൗൺ ആയി പോവുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സമയം ഏർലി എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ഇയാളെ കുട്ടിക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ട ഒരാളാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു പ്രതികാരം എങ്ങനെ ആൾക്ക് തീർത്തു കൊടുക്കുക? അച്ഛനോടും അമ്മേനോടും പ്രതികാരം ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു ടെക്നിക്ക് 2 ചെയർ ഇരുത്തിയിട്ട് അയാളുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രതികാരം മീൻസ് എന്താണ്, നിങ്ങളോട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ ഒരു രീതി നിങ്ങൾ പറഞ്ഞ് അച്ഛനോട് പറയുക അല്ലെങ്കിൽ അമ്മയോട് പറയുക എന്നുള്ളതാണ്. ഈ ഒരു ചെയറിൽ നിങ്ങൾ അമ്മയുണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെയറിൽ അച്ഛനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആദ്യം അമ്മയോട്, അമ്മ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എന്താണ് നമ്മൾ ആ ചെയറിൻ്റെ അച്ഛൻ്റെ ചെയർ മാറ്റി നിർത്തിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. ആ ഹാളിൽ പോലും വെക്കുന്നില്ല, ഇത് പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് എന്നിട്ട് നമ്മൾ പുറത്ത് നിങ്ങൾക്ക് അമ്മയോട് എന്താണ് സംസാരിക്കാനുള്ളത് വേണമെങ്കിൽ എന്താണ് പുള്ളിക്കാരനെ പറയും, നിങ്ങൾക്ക് തന്നെ റെക്കോർഡ് ഫോൺ, നിങ്ങളെ ഫോണിൽ തന്നെ റെക്കോർഡ്, നിങ്ങൾ എന്താണ് പറയാനുള്ളത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. എനിക്കിപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യം എന്നെ കേൾപ്പിച്ചാൽ മതി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞ ശേഷം ആളെന്ത് ചെയ്തു, ആ ഒരു അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പുറത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ശേഷം ആളൊന്ന് കരഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ തിരിച്ചു വന്ന് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് കുറച്ച് ഗ്ലാസ് വെള്ളം കൊടുത്തു. തിരിച്ച് നമ്മൾ എന്താണ് ഇനി അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് വല്ലാത്തൊരു ദേഷ്യമാണ്. ആ ദേഷ്യം വന്ന സമയത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ദേഷ്യമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പോയിട്ട് അവിടെ പ്രകടിപ്പിക്കണം. അപ്പോൾ നമ്മളൊന്നും ഒരു തല്ലുക എന്നുള്ളതും അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല. ഒരിക്കലും ഒരാൾ അച്ഛനും അമ്മയും ഒരാൾ ഉപദ്രവിക്കില്ല. പക്ഷെ എന്താണ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെയാണ്, ഒരു മക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം നമ്മളോട് നമ്മൾ എന്താണ് അച്ഛനോട് ചോദിച്ച പറഞ്ഞിട്ട് അയാൾ പറയാണ്, ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെയാണ്. നമ്മളെപ്പോലും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അയാൾ ആ കസാരയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്വന്തം അച്ഛനോട് എനിക്ക് കിട്ടാത്ത സ്നേഹങ്ങളെന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു സാഹചര്യം ഞാനത് എൻ്റെ നിമിഷം എൻ്റെ കൺട്രോൾ എവിടെ ഒന്ന് പോയപ്പോൾ ആ മക്കളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി. പക്ഷെ അച്ഛനോട് എന്താണ് ഞങ്ങൾ ഒരിക്കൽ പോലും ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവം. ഇതിനുശേഷം അയാൾ സ്വയം റിയലൈസ് ചെയ്തു. കാരണം എന്താണ്, പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്. ആ പ്രശ്നങ്ങൾ എന്താണ് സ്വയം നേരിടാനും അതേപോലെ അത് മനസ്സിലാക്കി മറ്റുള്ള പോലെ അവരെ പെരുമാറാൻ. മക്കൾ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ഭാഗത്തൊരു തെറ്റ് വന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ എന്നോട് മോശമായി സംസാരിച്ച് എൻ്റെ ഭാഗത്തൊരു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുള്ളത്
എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ 2 ചെയർ ടെക്നിക്കിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അവസാനം അയാൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് 2 പേരെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അയാൾ സ്വയം പറഞ്ഞത്. ഇപ്പം 2 പേര് ജീവനോടെ ഇല്ല. അപ്പോൾ എന്താണ് അവിടുത്തെ നമ്മൾ ഈ 2 ചെയറിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആളെ ജസ്റ്റ് ഒരു മൂന്നാമത്തെ ഒരു ചെയർ കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ ഇരുത്തുക. എന്നിട്ട് 2 കൈകൾ ഷോൾഡർ അതിൽ വെക്കുന്നത് പോലെ എന്നും മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ കൂടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും എന്നുള്ള അത് ആ സമയത്ത് നമ്മൾ അവരെ കൂടെ ഉണ്ടാവും ആ ടെക്നിക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, ഫൈനൽ സ്റ്റേജിലേക്കുന്ന സമയത്ത്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്കൊന്നും അത് ഈ പിന്നെ ഇമോഷൻസ് ആ സമയത്ത് കിട്ടൂല, ഈ പക്ഷേ വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ വരാൻ സാധ്യതയില്ല. പക്ഷെ ഡീപ്പായിട്ട് ഇമോഷൻ റെഗുലേഷൻസ് തകർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന് ഈ ഒരു ടെക്നിക്ക് വളരെയധികം ഉപകാരം. പക്ഷെ അയാൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഒരു മനുഷ്യൻ തന്നെ വേണമെന്നില്ല. ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ ഇതാണ്. സ്വന്തം ആ ഒരു സമയത്ത് അയാൾക്ക് അച്ഛനോടോ അമ്മയോ ജീവിക്കുന്ന കാലത്ത് പറയാൻ പറ്റില്ല, മരണശേഷം അയാൾ സംസാരിക്കുക. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ സാറേ, മനസ്സിലായി. താങ്ക് യു സാർ. Thank you. ഇപ്പോ ഇനി എന്തെങ്കിലും സാറേ, ചോദിക്കാം. ഇതിപ്പോ ക്ലയന്റിനോട് അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അവർക്ക് അവരുടെ മനസ്സിൽ വരുന്നവർ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങള് ആ രീതിയിലേക്ക് പോകുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അവരെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു ട്രോമ കേസിൽ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ, അവരെന്താണ് ജീവിക്കാൻ ആഗ്രഹം, ആ മേഖലയ്ക്ക് നമ്മൾ ഒരു ഡ്രൈവർ സീറ്റിൽ എപ്പോഴും അവർ തന്നെ ആയിരിക്കണം. നമ്മളെ ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു വഴികാട്ടി മാത്രമായിട്ട് അവരെ കൂടെ നിന്ന് കൊടുക്കുക. ഈ ട്രോമന്റെ കേസിലൊക്കെ ആകുമ്പോ അവരെ അടിക്കുന്നതായിട്ടും അവരെ കൊല്ലുന്നതായിട്ടും ഒക്കെ അവര് വരുമല്ലോ. അതെ, പക്ഷെ അവർക്ക് അത് നമ്മൾ റിയലൈസ് ചെയ്ത് കൊടുക്കണം. ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൂടെ ആ ട്രോമയെ കുറിച്ച് പൂർണ്ണമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു സിംറ്റംസുകൾ എന്താണ്, ഓർമ്മപ്പെടുത്തുകൾ എന്തൊക്കെയാണ്, വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് വീണ്ടും നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. സെഷനുകളുടെ എണ്ണം കൂടും. സർ, Okay, എന്റെ thank you, sir. ഒരു അനുഭവം പറയാനുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ പറഞ്ഞോളൂ. പറയാനുണ്ടായിരുന്നു. സാറിന് ഉം. ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? കുറേ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഒരു സമയം ഏകദേശം ആയല്ലോ. എന്റെ അപ്പൊ നമ്പർ സാറിന് ഉണ്ട്, നമ്പർ ഉണ്ടെങ്കിൽ നമ്മളാ ഗ്രൂപ്പിലുണ്ടാവും. ഓക്കെ. വേണമെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ശരി, താങ്ക് യു. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഗ്രൂപ്പിലുണ്ട്. ഏതായാലും ഞാൻ PPT ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്പർ അത്. ഓക്കെ, താങ്ക് യു. നിസാർ സാറേ, ഒരു ഡൗട്ട് കൂടെ. പറയൂ. ഈ വിഷ്വൽ ഇമാജിനേഷൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ സെക്ഷൽ ഹാരാസ്മെന്റിലൂടെ പോയിട്ടുള്ള ഒരു കുട്ടിയുടെ എടുത്തിട്ട് നമുക്ക് ആ എക്സ്പീരിയൻസിലൂടെ ഒന്നുകൂടെ തിരിച്ചു പോകാൻ പറയണത് ശരിയാണോ സാർ? അവരതിനെ എത്രമാത്രം നല്ല രീതിയിൽ അതിനെ എടുക്കും? അത് ശരിയാണോ? എങ്ങനെയാ സാർ അതിനെ ഡീൽ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ? സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുള്ള കേസുകൾ, നമ്മൾ അബ്യൂസ് നടന്നിട്ടുള്ള ആ ചെയ്ത അബ്യൂസിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയാം. ആ സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള ഫീലിങ്സിനെയും അവരനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ അവിടെ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആള് എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളതല്ല. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശാരീരികമായിട്ട് അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുപോയി വന്നത്, അതിനുശേഷം ഈ ഒരു അബ്യൂസിന് ശേഷം നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞു പോയി, ഇത്ര നാൾ വരെ ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞത്, അതൊരു ഇമാജിൻ ചെയ്യാൻ പറയും. കാരണം നമുക്ക് ഒരു സെക്ഷുവലി അബ്യൂസ് നടന്നൊരു കേസ് ഒരിക്കലും അത് ഭയങ്കര പ്രശ്നമാവുമല്ലോ. അത് ഓർത്ത് അതൊരു ഡൗട്ട് വന്ന് അതിനെ നമുക്ക് ഇങ്ങനെ വിഷ്വൽ ഇമാജിനേഷനിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്, അവർക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ഔട്ട് ആവുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു സാറേ. ഒരിക്കലും ആ സെക്ഷുവൽ തോട്ട് പിന്നെ ആ തിങ്സിനെ ഒരിക്കലും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പാടില്ല. കാരണം അത് വീണ്ടും ഒരു കുറച്ച് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ തുടക്കം നല്ലൊരു ചിരിയോട് വന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെക്ഷുവൽ കുറച്ച് ഒരു അബ്യൂസ് അവിടെ ഒന്ന് ഇന്നർ ഹീൽ ചെയ്ത്
റീക്ലെയിം ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്താണ് വല്ലാത്ത പ്രശ്നങ്ങൾ ഇനിയും കൂടും. ആൾ വന്ന പോലെ ആയിരിക്കില്ല തിരിച്ചു പോവുക. ഓക്കെ സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ശരി സാറേ, താങ്ക് ഓക്കെ. യു സോ മച്ച്. സർ ക്ലാസ് ഓക്കെ, വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. വളരെ താങ്ക് യു. യൂസ്ഫുൾ ആയിരുന്നു സാറേ. താങ്ക് യു സോ മച്ച്. നമ്പർ ഓക്കെ, ഒന്നും താങ്ക് കൂടെ യു. ഒന്ന് കാണിക്കാമോ? സർ റെക്കോർഡിംഗ് ഒന്ന് അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലേ സർ? ആ ഉണ്ട് ഉണ്ട്. റെക്കോർഡിംഗ് ഗ്രൂപ്പിലിടും. ഇന്ന് രാത്രി കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞാലിടും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. സാറിന്റെ നമ്പർ ഒന്ന് ഇടാവോ? ആ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ 00971 ആ 5543 ആ 90589 വാട്സപ്പ് നമ്പറാണ്. അതിൽ കോൺടാക്ട് ചെയ്താൽ. മാമിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. എന്നെ മുമ്പ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാർ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ സാറിനെ വിളിക്കാം. ആ ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു.